പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ജീവിത അനുഭവവും സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പനീർ സെൽവം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ചൊക്കെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ സശ്രദ്ധ നമുക്ക് ശ്രവിക്കാം. തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പനീർ സെൽവത്തെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പറയാമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പരിചയപ്പെടുത്താമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് പനീർ സെൽവമാണ്. ഞാൻ എറണാകുളം മുളന്തുരുത്തി എന്ന് പറഞ്ഞതായ ദേശത്താണ് ആയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലെ ഭാര്യയും രണ്ട് മക്കളാണ്. ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചുമാണ്. മോളെ വിവാഹം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. അവള് സന്തോഷമായിരിക്കുന്നു. ഇവിടെ മോനുണ്ട്. മോന് വിവാഹം കഴിച്ചു. ഇവിടെ ഈ ദേശത്ത് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മോന് ഒരു കൊച്ചുണ്ട്. കുടുംബമായിട്ട് കർത്താവിന്റെ വേളയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവദാസന് പറയാനുള്ള ജീവിതാനുഭവവും സാക്ഷ്യം ഒക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. തുടർന്ന് മുന്നോട്ട് പോകെ ദൈവദാസന്റെ ജീവിതാനുഭവങ്ങൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമേ തന്നെ ഒന്ന് മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാല സ്മരണകളെ കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും ഒക്കെ ഉള്ള നല്ല ഓർമ്മകൾ പറഞ്ഞതിന് ശേഷം കർത്താവിനെ അറിയാനിടയായി തീർന്ന സാഹചര്യവും ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു തുടങ്ങിയതായ വിശദാംശങ്ങളിലേക്ക് പോകാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദാസനെ തുടർമാനമായി സംസാരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആരോമ ടി വിയുടെ ആമേൻ സ്തോത്രം അധ്യക്ഷനായിരിക്കുന്നതായ അഭിഷേക്തദാസൻ ഡാനിയൽ സാറിനെ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് ആരോമ ടീമിയുടെ ബന്ധത്തിൽ കടന്നു വരുവാൻ എളിയവനുക്ക് ലഭിച്ച അവസരം ഓർത്ത് കർത്താൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഒരിക്കൽ കൂടെ പറയട്ടെ, പനീർ സെൽവം എന്നാണ്. അപ്പോ എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, എൻ്റെ പിതാവിന്റെ പേര് ദേവരാജ് എന്നാണ്. അമ്മയുടെ പേര് സീനി അമ്മ എന്നാണ്. ഞാന് തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോ ചെറു പ്രായത്തിൽ ഉള്ളപ്പോൾ തന്നെ നല്ല ഒരു ജീവിതവും പപ്പയ്ക്ക് സ്കൂൾ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് എസ്റ്റേറ്റിലെ മാനേജറായിട്ടാണ് ജോലി ചെയ്തത്. അന്നത്തെ കാലയളവില് 1970, 68, 70 കാലഘട്ടങ്ങളില് പപ്പയ്ക്ക് നല്ല ഒരു വാഹനം ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിലെ മാനേജർ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എസ്റ്റേറ്റിലെ ആയിരുന്നു ജോലി കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷമാണ് അവർക്ക് ഒരു പ്രശ്നങ്ങൾ വരാനായിട്ട് തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ CSA ബാക്ക്ഗ്രൗണ്ടാണ് കുടുംബം മുഴുവനും. അങ്ങനെ പ്രശ്നങ്ങൾ വന്നു എസ്റ്റേറ്റിൽ. അതായത് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ് ഇത് കാര്യങ്ങൾ സംഭവിച്ചത്. ഭാഗ്യമൊന്നും എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞ് കേട്ട ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഏറ്റവും മൂത്തത് ഞാൻ. എൻ്റെ നേരെ എഴുതിയത് ഒരു പെങ്കൊച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആൺകൊച്ച്. ഞങ്ങൾ മൊത്തം 5 മക്കളാണ്. 5 മക്കളിനകത്ത് 2 പെണ്ണ് 3 ആണുങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും മൂത്തത് ഞാനാണ്. അപ്പോ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങള് പപ്പയുടെ അനിയ ചേട്ടന്മാരുമായിട്ടുള്ളതായ പ്രശ്നങ്ങള്, അവർ തമ്മിൽ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പൈസയുടെയും പിന്നീടുള്ളത് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പയുടെ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവരുണ്ടായിരുന്നതായിരിക്കുന്നതായ എല്ലാ വസ്തുവക അല്ലെങ്കിൽ സ്വത്ത്, പണം ഇതെല്ലാം കൂടെ മറ്റവർക്ക് അനിയന്മാർക്ക് കൊടുക്കാനായിട്ട് പപ്പ മുൻവന്നു. മറ്റവർക്ക് കൊടുത്ത് സഹായിച്ചു. ബിസിനസ് ഒക്കെ ചെയ്തു. അതൊക്കെ ചെയ്ത് അത് ചതിവായിരുന്നു. പിന്നെ അതിനകത്ത് ഒരുപാട് നഷ്ടം വന്നു. നഷ്ടം വന്നതെല്ലാം പപ്പയ്ക്കായിരുന്നു. അപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സകലവും അങ്ങനെ നഷ്ടപ്പെടാനായിട്ട് ഇടയായി. അതാണ് ചുരുക്കി പറഞ്ഞാല് ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറുപ്രായം എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്രായത്തിലെ സ്കൂള് വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ 4ാം ക്ലാസ് വരെ മര്യാദയ്ക്ക് സ്കൂളിൽ പോയിട്ടുള്ളൂ ഉള്ള കാലഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ.
പിന്നെ തട്ടിമുട്ടിയും സ്കൂളിൽ പോയി വന്നു, അങ്ങനെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊന്നും പഠിക്കണമെന്നോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും താല്പര്യമില്ലാതെ സിനിമ ഭ്രാന്തനായിരുന്നു. എംജിആർ സിനിമ എന്ന് പറഞ്ഞാൽ ജീവനെ പോലും കൊടുത്തിട്ട് പോകുന്ന ആ അനുഭവത്തിലുള്ളതായിരിക്കുന്ന ജീവിതമാണ്. അങ്ങനെ വിദ്യാഭ്യാസം മര്യാദയ്ക്ക് പഠിക്കാനും പറ്റിയില്ല. കൂടുതലും ലോകം കറങ്ങുന്ന സ്വഭാവമായിരുന്നു എനിക്ക്. പല സ്ഥലത്ത് പോകാനും പല കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടി നടക്കുന്ന ഒരു ലോകപ്രകാരമായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത് ചെറുപ്രായത്തിൽ. അപ്പൊ എനിക്ക് ഒരു 18 വയസ്സ് വരെ ഉള്ളതായ കാലയളവിൽ എനിക്ക് നേരെ ചൊവ്വേനെ ജീവിതത്തെ കുറിച്ചോ അല്ല കുടുംബത്തെ കുറിച്ചുള്ളതായ ഉത്തരവാദിത്തങ്ങളോ അല്ല മറ്റുള്ളതായ ജീവിത മാർഗമോ അല്ല എങ്ങനെ ജീവിക്കണമെന്നോ അതിനെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യം ചിന്തിച്ചിട്ടില്ല. ഞാൻ നിൽക്കുന്ന വീട് അല്ല കുടുംബം, ഞങ്ങൾ നിൽക്കുന്നതായ ദേശം, അത് മാത്രമേ ലോകം എന്ന് വിചാരിച്ച ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോ ഈ പപ്പയൊക്കെ പറയുമെങ്കിലും കേൾക്കാനോ അല്ല അനുസരിക്കാനോ ഉള്ള മനസ്സ് ഉണ്ടാകത്തില്ല. അപ്പോ പപ്പ പറഞ്ഞത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പപ്പയെ ഭയങ്കര പേടിയാണ്, ബഹുമാനമാണ്. എന്നാലും പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ കൂട്ടുകാരുമായിട്ട് നടക്കുന്ന ഒരു അനുഭവ കാലഘട്ടങ്ങളാണ്. സഞ്ചിയെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ സഞ്ചിയൊക്കെ പുളിമരത്തെ മുകളിൽ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ട് പുളിയങ്കാ പറിച്ച് തിന്ന് കൂട്ടുകാരുമായിട്ട് കൂടി സിനിമ തിയേറ്ററിലേക്ക് കള്ളത്തണം കാണിച്ചു മതിൽ ചാടി പോയി സിനിമ കണ്ടു. അങ്ങനെ അന്നത്തെ കാലയളവിലെ വലിയ പ്രസിദ്ധി എന്ന് പറയുന്നത് ഒരു സിനിമ എത്ര തവണ കണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു സിനിമ 10 തവണ കണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണ് രാജാവ്. അങ്ങനത്തെ ഉള്ള കാലഘട്ടം. അത് ഒരേ ദിവസം എത്ര സിനിമ കാണും? ഒരു ദിവസം 4-5 സിനിമയൊക്കെ കണ്ടെങ്കിൽ വലിയ ഗ്രേഡാണ്, രാജാവാണ്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടം. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു സിനിമ ഞാൻ 5 തവണ കണ്ടിടാന്ന് പറഞ്ഞാൽ അപ്പൊ അവരെല്ലാം കൂടെ കൂടി വന്നിട്ട് കൂട്ടുകാർ പിള്ളേരും കൂടെ എടാ 5 തവണ കണ്ടത് ആ സിനിമ, നമുക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, എങ്ങനെ 5 തവണ കണ്ടത്? ഞാൻ രാവിലെ ന്യൂസ് ഷോ മോർണിംഗ് ഷോ പോയിട്ട് പിന്നെ മേറ്റിംഗ് കണ്ട് പിന്നെ അത് കഴിഞ്ഞ് സിനിമയും കണ്ട് ഫസ്റ്റും കണ്ട് സെക്കൻഡും കഴിഞ്ഞാണ് രാത്രിയിലേക്ക് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനത്തെ കാലങ്ങൾ. ഭക്ഷണമൊന്നും വേണ്ട, സിനിമ മാത്രം മതി. പിന്നെ വീട്ടിലിരുന്ന സമയത്ത് പപ്പയടുത്ത് നല്ലപോലെ തല്ലും കൊള്ളും, ഒരുപാട് വഴക്കും കേൾക്കും. എന്നാൽ അതൊന്നും വിഷയമല്ല. അപ്പൊ എന്നെയൊക്കെ മുട്ടുമേൽ നിർത്തിയിട്ട് കല്ല് ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് അതിന് പുറത്ത് മുട്ടുകുത്താനായിട്ട് പപ്പ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് ചോര പൊടിയുന്ന വിധത്തിലെ പപ്പയടുത്ത് ഞാൻ തള്ളുകൊണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഗുണപ്പെട്ടിട്ടില്ല. അവളെ ക്യാൻസർ റെക്കോർഡായിട്ട് നടക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പൊ ഈ കല്ലുപ്പ് വെക്കുന്നത് എന്തെന്ന് പറഞ്ഞാല് മുട്ടുമേ അറ ട്രൗസറാണല്ലോ ഇട്ടേക്കണേ. അപ്പൊ മുട്ടും കുത്തി നിൽക്കുന്ന സമയത്ത് ശരീരത്തിനകത്തുള്ളതായിരിക്കുന്ന ചോര പൊടിഞ്ഞ് ഉപ്പ് അഴിഞ്ഞ് അങ്ങനെ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു വിടുതൽ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ആ ഉപ്പുമേ ഇരുന്ന് ഉപ്പ് കൊണ്ട് കയറി വേണം. അത് മാത്രമല്ലാതെ ഈ 2 കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കണം. മുകളിലേക്ക് പോയി വെച്ചിട്ട് ഇപ്പുറത്തെ ഒരു വെയിറ്റ് ഉള്ള ഒരു കല്ലെടുത്ത് നോക്കും, ഇപ്പുറത്തെ ഒരു വെയിറ്റ് കല്ലെടുത്ത് ഇങ്ങനെ വെക്കും. കൈ താന്ന് കഴിഞ്ഞാൽ അടിക്കും. അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൈയും കെട്ടിയിട്ട് മുകളിലേക്ക് പോക്കിയിട്ട് താഴ്ത്തിയിട്ടിട്ടുണ്ട്. ഈ ചുണ്ട് ഇവിടെ വെച്ചിട്ട് പല്ല് വെട്ടിയിട്ട് തുളച്ച് ഇവിടെ വിരൽ കയറ്റുന്ന വിധത്തിലുള്ളതായ ഊട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പപ്പ എന്നെ അങ്ങനെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ പപ്പ എത്രയോ ഉപദ്രവിച്ചാലും പപ്പയുടെ അടുത്ത് എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ എന്റെ തെറ്റാന്നുള്ള എനിക്കറിയാം. പപ്പ ഞാൻ പിണങ്ങുകയോ വഴക്ക് പറയുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എത്ര അടിച്ചാലും ഞാൻ അടി മേടിക്കുകയോ ചെയ്യണത്. തിരിച്ച് ഒരു കാര്യം മൂലം പപ്പയെ പറയാറില്ല. എന്നുവെച്ചാ പപ്പ എനിക്ക് അത്ര ഇഷ്ടമാണ്. പപ്പയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പപ്പയെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ എത്ര ഉപദ്രവിച്ചാലും പപ്പയെ എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ആളെ പപ്പയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടൂല. അത് അങ്ങനത്തെ ഉള്ള കാലഘട്ടം. ആ ചെറുപ്രായത്തില് പപ്പ ഒരു ദിവസം വീട്ടിലെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഒരു കാര്യമൊന്നും അറിയത്തില്ല. വീട്ടില് ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തെ തള്ളാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ ആൾക്കാർ അങ്ങനെയൊക്കെ പിടിച്ചു മാറ്റി. അപ്പൊ ഈ ചെറുപ്രായത്തിലാണെങ്കിൽ അവനാണ്ട് അപ്പണടിച്ചപ്പോ അവൻ മറന്നു കണ്ടോ എന്നൊക്കെ പറയാനൊക്കെ ഇടയായി. പിന്നെ ഒരിക്കലും എന്റെ വലിയപ്പണക്കും എന്റെ അപ്പന്റെ ചേട്ടനക്കും അപ്പനും കൂടി ഒരു ദിവസം വന്നു വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തല്ലും ഒക്കെ ആയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോഴേക്ക് എന്റെ പപ്പയെ തല്ലിയിട്ടേക്കോ താഴെ. എനിക്ക് കണ്ട് സഹിച്ചില്ല. ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു വടി ഇരിക്കുന്നു. വടി എത്തുന്നത് വലിയ അച്ഛന്റെ പപ്പയുടെ ചേട്ടനെ ഒരുപാട് തല്ലി. അങ്ങനെ ആ വടികൾ ഒടിഞ്ഞു പോയി. അത്രത്തോളം ഞാൻ തല്ലി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അടിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ എന്നെ കണ്ടപ്പോ എന്നെ കൈ കൊണ്ട് വലിച്ച് ഒറ്റേര് അങ്ങോട്ട് തോർത്തെറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പപ്പയെ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ആ കാലയളവിൽ ഒന്ന് അനുസരണക്കേട് കാണിച്ച്
പപ്പ പറയുന്നൊന്നും കേൾക്കാതെ അങ്ങനെ നടക്കുന്ന വ്യക്തിയിലായിരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാല് ഒരിക്കല് ഞാന് ഈ കല്ല് ട്രെയിൻ കയറി പോകുന്നത് ഭയങ്കര സന്തോഷമാണ്. ട്രെയിൻ കയറി പോകുന്നത്, ട്രെയിനിൽ കയറുന്ന ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ട്രെയിൻ കയറി ഏതെങ്കിലും സ്ഥലത്ത് ഇവിടുന്ന് അവിടെ കയറി അവിടുന്ന് അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി കയറി പോകും. അപ്പോ എന്റെ നാട് തേനിയാണ്. അപ്പൊ തേനി നിന്ന് മധുര എന്നിട്ട് മധുരയിൽ നിന്ന് കന്യാകുമരി, തിരുനെൽവേലി ഈ ഭാഗങ്ങളിലേക്ക് കള്ള ട്രെയിൻ കയറി പോകും. അപ്പൊ ആരും കാണത്തില്ല. അപ്പൊ കൂടുതൽ കന്യാകുമരിയാണ്, രാമേശ്വരത്താണ് ട്രെയിൻ കയറി പോകുന്നത്. അപ്പൊ രാമേശ്വരം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പോകുന്ന സമയത്ത് പാമ്പൻ പാലം പണി തുടങ്ങിയിട്ടുള്ളൂ, അടിസ്ഥാനം ഇടുന്ന കാലയളവാണ് അന്നത്തെ കാലത്ത് ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത്. അപ്പൊ ട്രെയിന് പോകുന്ന സമയത്ത് ഈ പാലം രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു കൊടുക്കും, ഷിപ്പ് അതിലേക്കൂടെ കയറി പോകും. അങ്ങനത്തെ ഉള്ള കാലഘട്ടങ്ങളാണ് ആ സന്ദർഭം. അപ്പൊ ആ സന്ദർഭത്തിലേക്ക് ട്രെയിനിന്റെ മുകളിൽ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അന്ന് ഇന്ന് പറയുന്ന മാതിരി ഇലക്ട്രിക് ട്രെയിൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാല് ഈ വാതിൽക്ക് നിന്ന് കമ്പി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് വാതിൽക്ക് നിന്ന് ഇങ്ങനെ ചാടി പുറത്തേക്ക് കാഴ്ച കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ചെറുപ്രായമാണ്, എനിക്ക് ഏകദേശം ഒരു 12 വയസ്സ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പൊ ആ പ്രായത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി തിങ്ങി വരുവാണ്. എല്ലാവരും കടൽ കാണാൻ വേണ്ടി ആഗ്രഹത്തിൽ വരുവാണ്. താഴ്ത്തി നോക്കി കഴിഞ്ഞാൽ നല്ല പാറയും വെള്ളവും ഒക്കെയാണ് കിടക്കണത്. താഴെ വീണ് കഴിഞ്ഞാൽ കോഴിമുട്ട വീണത് മാതിരിയാണ് അവസ്ഥയാണ് എന്റെ അവസ്ഥ. ഞാൻ വാതിൽക്ക് നിൽക്കുവാണ്, ആൾക്കാരെല്ലാം ഇങ്ങനെ എന്നെ ഇങ്ങനെ തെല്ലുക. അപ്പോ എനിക്ക് കൈ ഈ സ്റ്റെപ്പിലുള്ള കമ്പി സ്റ്റീൽ കമ്പി ആയതുകൊണ്ട് കമ്പി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കൈ ഇങ്ങനെ വിടർന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, ഞാൻ താഴ്ത്തിങ്ങ പോരും. അങ്ങനെയുള്ളതായ ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെ പോയിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ തെല്ലുക എന്നെ, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഇഷ്ടംപോലെ ആൾക്കാർ, 1 2 നല്ല ഒരു 10 പേര് കൂടുതലുണ്ടാകാം ആദ്യത്തെ തന്നെ. അപ്പൊ നോക്കിയപ്പോ അതിനകത്തിരുന്ന് ഒരു കൈ ഇങ്ങനെ വന്നിട്ട് ഒന്ന് മാറടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഷർട്ട് ബെഡലിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് വലിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആരാന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല, പിടിച്ചു വലിച്ച ആരാന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കൈ എന്നെ പിടിച്ച് അകത്തേക്ക് വലിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ രാമേശ്വരം പാളത്തിൽ നിന്ന് ഞാൻ വീണ് ചത്തേൻ. അത് ഒരു പൊടികളും കിട്ടത്തില്ല. അന്നത്തെ കാലത്തിട്ട് ഫോണില്ല, അഡ്രസ് ഇല്ല, പേരില്ല. നമ്മളെ അനാഥയായിട്ട് ഒരു തെളിവില്ലാതെ മരിച്ച് അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ പോയേനെ. അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് പിന്നീട് ആ സത്യം, കർത്താവ് എന്തിനാണ് എന്നെ വിളിച്ചത്, അല്ലെ എന്നെ രക്ഷിച്ചത് എന്നുള്ള കാലഘട്ടങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കാൻ ഇടയായത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ആ ചെറുപ്രായത്തിലുള്ളതായിരിക്കുന്ന അങ്ങനത്തെ ഉള്ള കാലയളവുകളാണ്. അപ്പോ എനിക്ക് ഞാൻ കൂടുതലും ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ പോകണം, കൂടുതൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം നാട് വിട്ടിട്ട് കേരളത്തിലേക്ക് വരാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് തിരുവല്ലയിലെ വന്നിട്ട് ഓൾക്കനേറ്റിക്കൽ ഓപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞതായിരിക്കുന്നതായ ഒരു കണ്ണാടി കട ഉണ്ട്. അവരുടെ വീട്ടില് ജോലിക്കായിട്ടാണ് ഞാൻ വന്നത്. എന്നെ പറഞ്ഞത് ആ വീട്ടിൽ ജോലിക്ക് വരണം, ഒരാള് കേരളത്തിൽ ജോലിക്ക് ആവശ്യമുണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാന് വേറെ ഒരു സാറിന്റെ സഹായത്തോടു കൂടി ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ മിടുക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ ഉള്ള ഒരു വ്യക്തി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയായിട്ട് നിൽക്കുക ഞാൻ, അതുപോലത്തെ സ്പീഡാ, എല്ലാ വർക്കിലും ഭയങ്കര സ്പീഡാ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് കാര്യസ്ഥന് ഞാനാ. അപ്പൊ എല്ലാ കാര്യത്തിലും ഞാനാണ്. അപ്പൊ എന്നെ അവിടെ പറയുന്നത് ഒളുക്കണ്ടിട്ടില്ല മോനെന്നാ വിളിക്കണം, ജോലിക്കാരനെന്നല്ല പറഞ്ഞത്, മോനെന്നാ വിളിക്കണം. കാരണം എന്റെ പ്രായത്തിൽ വേറെ ഒരു ആളും കൂടി അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് റോയ് കുറുള മാത്യു എന്ന പുള്ളിയുടെ പേര്. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളുണ്ട് ഏകദേശം ഒരു പ്രായമാണ്. ഞാൻ പിന്നെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എന്നാ റോയിച്ചാന്നാ വിളിക്കാറ്. ഓക്കെ, അപ്പൊ ഒരു പ്രായമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ആൾക്കാരൊക്കെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് എന്നെ കാണുന്ന സമയത്ത് മോനെ റോയ് മോനെ എന്ത് പറ്റി, സുഖമായിരിക്കുന്നോ, എന്ത് മമ്മി എന്തി എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ ചിരിച്ചോടെ ഇങ്ങനെ നിൽക്കും. റോയ് മോനെ ഇപ്പൊ ഒരുപാട് ക്ഷീണിച്ചു പോയില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറയും. അപ്പോ പിന്നീടാണ് പറയുന്നത് അത് റോയ് മോനല്ല, അവിടെ ഇവിടുത്തെ ജോലിക്കാരനാ, അത് കണ്ട ഏകദേശം മോണപ്പോൾ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിലെ കുറെ നാളുകൾ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോയിട്ട് എനിക്ക് കുറെ നാൾ കഴിഞ്ഞ പിന്നെ അവിടുന്ന് പോയി. അധികം നാൾ നിന്നില്ല. അവരുമായിട്ട് എല്ലാവരുമായിട്ടുള്ള സന്തോഷത്തോടെ തന്നെ അവിടുന്ന് ഞാൻ നാട്ടിൽ പോകുന്ന പറഞ്ഞ് പോയി. നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയത് വീണ്ടും തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കേരളത്തിന് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കുന്ന തലസ്ഥാനം കാണണം, എനിക്ക് ഭയങ്കര കൊതി. അപ്പൊ അങ്ങനെ ഞാൻ തിരുവനന്തപുരം കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞ് അവിടെ നിന്നു. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ വരുമാനവും ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വരുമാനം വേണമല്ലോ, കയ്യിൽ ചിലവിന് കാശ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ
ഒരു ഹോട്ടലിലാണ് ജോലി ചോദിച്ചത്. ഒരു ഹോട്ടൽ, അത് റൂബി റെസ്റ്റോറന്റ്, ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെയാണ് പോയിട്ട് ഞാൻ ഒരു ജോലി ചോദിച്ചു. അപ്പൊ ജോലി അത് അവിടെ ലഭിച്ചു. അവിടെ ഹെൽപ്പറായിട്ട് ഒരു ജോലി ചെയ്തു. അങ്ങനെ കുറെ നാൾ അവിടെ നിന്ന് അപ്പൊ ഹോട്ടലിലെ പണിയൊക്കെ എല്ലാം പഠിച്ചു. ആദ്യം പോയി പ്ലേറ്റ് കഴുകാനും മേശ തുടയ്ക്കാനും മറ്റുള്ളത് അങ്ങനത്തെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്താ പഠിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ വർക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം അവിടുത്തെ മാഷായി. പിന്നെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണോ, പിന്നെ പൊറോട്ട ഉണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണം, എന്ത് വേണം സകലമും ഉണ്ടാക്കാനുള്ളതായ പണി അവിടുന്ന് പഠിച്ച് ഞാൻ. പണി പഠിച്ച് അവിടെ നല്ല ശോഭിച്ച് നിൽക്കുന്ന കാലയളവിലാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കലും ഒരു വ്യക്തി അവിടെ സപ്ലയർ ആയിട്ട് വരും. സുഗതൻ എന്ന് പറഞ്ഞതായ ഒരു വ്യക്തി സപ്ലയർ ആയിട്ട് വരിക. അപ്പൊ പുള്ളിക്ക് ഒരുമാതിരി ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെ കൂടുതൽ റൂബി റെസ്റ്റോറന്റ് തിരുമല, അതായത് തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറഞ്ഞാൽ മിലിറ്ററി ക്യാമ്പിന്റെ അടുത്തുള്ളതായ തിരുമല എന്ന് പറഞ്ഞതായ ഒരു ദേശ സ്ഥലമാണ്. അവിടെ റൂബി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞതായ ഒരു ഹോട്ടലാണ്. അപ്പൊ അവിടെയാണ് എന്നെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ അവിടെ ഞാൻ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ഹിന്ദിയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയ. ഹിന്ദി സംസാരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, സുഗത എങ്ങനെയാണ് ഹിന്ദി പഠിച്ചേ? ഹിന്ദി പഠിക്കുന്നത് എങ്ങനെയാണ്? ഇത് ആര് പഠിപ്പിക്കും? അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാൻ പറ്റുക എന്നൊക്കെ പുള്ളിയടുത്ത് ചോദിച്ചും പറഞ്ഞത്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നല്ലേ ഇവിടെ വന്നേ എന്ന് വെച്ചാൽ, അതെ. ഇപ്പൊ വന്ന് മലയാളം പഠിച്ചില്ലേ? ഇതേമാതിരി ബോംബെ പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദി പഠിക്കാൻ പറ്റും പറഞ്ഞു. പുള്ളി തമാശാന്ന് പറഞ്ഞു, കാര്യമായിട്ടാണ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അറിയത്തില്ല. എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ബോംബെ പോകണമെന്നായി. എങ്ങനെയെങ്കിലും ബോംബെ പോയി ഹിന്ദി പഠിക്കണം, വേറെ ഒന്നും വേണ്ട, സ്വത്ത് വേണ്ട, ജീവിക്കേണ്ട, ഒന്നും വേണ്ട, ഹിന്ദി പഠിച്ചാൽ മതി എന്നായി. അങ്ങനെ ഇരിക്കുന്ന കാലയളവില് പിന്നെ ഞാൻ അവിടെ ജോലിയൊക്കെ ചെയ്ത് കുറെ ആൾ പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചു. അപ്പൊ അന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൂട്ട് കേസാണുള്ള യാത്രയ്ക്ക് പ്രധാനപ്പെട്ടതായി VIP ലുക്ക് കാണിക്കണേ. അപ്പൊ അങ്ങനെ VIP എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിൽ ഇറക്കിയ ഒരു സൂട്ട് കേസ്, അന്നത്തെ കാലഘട്ടത്തിലെ ഇറക്കിയ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി മേടിച്ച് VIP എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന സൂട്ട് കേസ് മേടിച്ച് VIP പോലെ ഒരുങ്ങി റെഡിയായി ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഇവിടുന്ന് ബോംബെക്ക് എത്ര മണിക്കാണ് ട്രെയിന്, എങ്ങനെ പോകേണ്ടത്, എങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ടത്, ഇതെല്ലാം ആൾക്കാരുടെ ചോദിച്ച് ഞാൻ ബോംബെക്ക് ടിക്കറ്റ് എടുത്ത് ബോംബെ പോയി എവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ല. ആൾക്കാർ ചോദിച്ചു, താണയിലാണോ, ദാദറാണോ, സെൻട്രാണോ, എവിടെ എഗ്മോർ ആണോ, ഇങ്ങനെ ആൾക്കാർ ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ്, പല കാര്യങ്ങളും ചോദിക്കുകയാണ് സ്വന്തം. അപ്പൊ ചോദിച്ചു വരുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല എവിടെ ഇറങ്ങേണ്ടതെന്ന്. അപ്പോ ഏതായാലും ബോംബെ സെൻട്രൽ പോയിട്ട് ഇറങ്ങി. ബോംബെ സെൻട്രലിൽ ഇറങ്ങി. എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. പിന്നെ ഈ സുഗതൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ്, ഇതുപോലെ ബോംബെ പോവുകയാണെങ്കിൽ ഇതുപോലെ എന്താണ് പാണ്ഡുപ്പ് എന്ന് പറഞ്ഞതായ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഞങ്ങളുടെ അളിയനുണ്ട്, മാമനുണ്ട്. മാമനക്ക് മറ്റേ ഇത് ലേത്ത് കമ്പനി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാനു എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞ് അവിടെ കമ്പനി ഉണ്ട്. ഈ അഡ്രസ്സാണ്, ഫോൺ നമ്പർ. പോയാലേ അപ്പോ നിനക്ക് ജോലി തരും, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഫോൺ നമ്പരും അന്നത്തെ ലാൻഡ് ഫോൺ ആണല്ലോ, ലാൻഡ് ഫോണിന്റെ നമ്പറും പേരും അഡ്രസ്സൊക്കെ എൻ്റെ ഒരു പേപ്പറിനകത്ത് എഴുതി തന്നു. അത് പിടിച്ചാൽ ഞാൻ പോകണം, വേറെ ഒന്നും എനിക്കറിയത്തില്ല വേറെ. അപ്പൊ ഞാൻ സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആൾക്കാരുടെ അടുത്ത് മലയാളവും തമിഴും കൂട്ടിയാണ് അവിടെ ആൾക്കാർ സംസാരിക്കുന്നത്. അവർ പറഞ്ഞ ഹിന്ദി ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആൾക്കാരുടെ അടുത്ത് അതൊക്കെ പറഞ്ഞ് പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു, പാണ്ഡുപ്പ എന്ന് പറഞ്ഞു. പാണ്ഡുപ്പള്ളിക്ക് ട്രെയിൻ കയറ്റാനായിട്ട് പറഞ്ഞു. അപ്പൊ ഓർത്തും പറഞ്ഞു, പാണ്ഡുപ്പള്ളിക്ക് ഞാൻ ട്രെയിൻ കയറ്റി വിടാം, കുഴപ്പമില്ല, വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയിട്ട്. അപ്പൊ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അവന്റെ കയ്യില് 100 രൂപയാണോ 500 രൂപയാണോ കൊടുത്തെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പം അപ്പൊ അവൻ പൈസ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് ടിക്കറ്റ് എന്റെ കയ്യിൽ തന്നു, പൈസ എന്റെ കയ്യിൽ തന്നില്ല. എന്റെ അടുത്ത് തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പൊ അവൻ എന്താ ചെയ്തു, ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിനിൽ ചാടി ഓടിക്കളഞ്ഞു. അപ്പൊ ട്രെയിൻ അവന്റെ അടുത്ത് കൊടുത്ത് നല്ല വലിയ അമൗണ്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് കറക്റ്റായിട്ട് എത്ര രൂപ നോട്ട് കൊടുത്തെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ബാക്കി പൈസ തരുമെന്ന് വിചാരിച്ചിരുന്ന അവൻ പൈസയും കൊണ്ട് മുങ്ങി. എന്റെ അടുത്താണെങ്കിൽ വേറെ പൈസയില്ല, ആകെപ്പാടെ ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ. വലിയ ലോട്ടാണ് അവന്റെ കയ്യിൽ കൊടുത്തത്. അപ്പൊ അങ്ങനെ പോയി. പിന്നെ അവസാനം ഞാൻ ആ ട്രെയിൻകാരടുത്ത് വഴക്ക് പറഞ്ഞു. അപ്പൊ എന്റെ ഈ വേറെ ഭാഷ അറിയത്തില്ലല്ലോ. അപ്പൊ ഏതായാലും ഞാൻ പാണ്ഡുപ്പി വന്ന് ഇറങ്ങി. ആൾക്കാരുടെ ചോദിച്ചും പറഞ്ഞൊക്കെ ഞാൻ പാണ്ഡുപ്പി വന്ന് ഇറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് ഈ അഡ്രസ് കൊടുത്തപ്പോ അവർ സമ്മതിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മേടിച്ചോണ്ട് കഴിഞ്ഞാൽ ഇവിടെ കയറ്റാണ്ട് ഇവിടെ അനാഥ ആശ്രമമൊന്നുമില്ല എന്നൊക്കെ കുറെ വഴക്കൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഏരിയ തന്നെ നിന്നിട്ട് അവിടെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, വേറെ എന്നാ ജോലി അറിയാം, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല. ലേത്തിന്റെ വർക്കൊക്കെ അറിയാമോ? ഞാൻ പറഞ്ഞു ആ പണി എനിക്ക് പഠിച്ചില്ല, പക്ഷെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാന്നുള്ള പണി എന്താന്ന് ചോദിച്ചു. എനിക്ക് അറിയാനുള്ള പണി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയൊക്കെ അറിയാം,
മറ്റുള്ളതായ ഈ പിന്നെ പാചക പണി അറിയാന്ന് പറഞ്ഞു. പാചക പണിയാണെങ്കിൽ ഇവിടെ ഒരു വേക്കൻറ്റ് ഉണ്ട്, ഒരു മിസ്സും ഉണ്ട്, അവിടെ ഒന്ന് കയറാമോ? അത് പൊറോട്ട അടിക്കണ വേക്കൻറ്റ് കിട്ടും, അവിടെ വേണമെങ്കിൽ ഞാൻ കയറ്റി വിടാന്ന് പറഞ്ഞു. ഒരാൾ കൊണ്ടുപോയി എന്നോട് മിസ് കയറ്റി. മിസ് കയറ്റ ഒരു വീട് പോലെയാണ് സംഭവം, ഒരു വീട് പോലെ ഒരു മിസ്. അതിനകത്ത് ജോലിക്കാരൊക്കെ പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കും. അവിടെ 2 ടേബിൾ മാത്രമേ ഉള്ളൂ ഇടാനായ സ്ഥലം, അതുപോലത്തെ ഒരു മിസ്സാണ്. അപ്പൊ ആ മിസ് നടത്തുന്നത് കൊല്ലംകാരനാണ്. കൊല്ലത്തെ ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതായ ഒരാളാണ് അവിടെ മിസ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ മിസ്സിലേക്ക് വന്ന് ജോലി കയറി. അവിടെ നിന്ന് മിസ്സില് കാര്യങ്ങളായി. അപ്പൊ മിസ്സിൽ വരുന്നവരെല്ലാവരും കൊല്ലം, കൊട്ടാരക്കര, കിളിമാനൂര്, തമ്പാനൂര്, മറ്റുള്ളത് അഞ്ചല്, ആയൂര്, കിഷൻകുന്ന്, ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് എല്ലാവരും ഭക്ഷണം കയറുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര കാര്യം എല്ലാവർക്കും. അപ്പോ എന്നെ ഭയങ്കര കാര്യം എല്ലാവർക്കും, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ എല്ലാവരും വീട്ടിൽ അവർ താമസിച്ച സ്ഥലത്ത് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് റെസ്റ്റ് കിട്ടുമ്പോൾ ഉച്ച കഴിഞ്ഞ് എന്നെ വാട എന്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ, എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതം നശിച്ചു പോകും, അതുകൊണ്ട് കമ്പനിയിൽ എക്സ്പോർട്ട് കമ്പനിയിൽ ഞാൻ ജോലി മേടിച്ചരാ, അത് ജോലിയൊക്കെ വിട്, ഭക്ഷണമൊക്കെ നമുക്ക് പിന്നെ കിട്ടും, നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവരങ്ങനെ കൊണ്ടുപോയിട്ട് ജോലി കെട്ടി. അപ്പൊ അവിടെ ഒരു ദാതായിട്ട് ഒരാളുണ്ട്, പുള്ളിയുടെ പേര് ബാബു ആണ്. പുള്ളി ദാതായിട്ട്, പുള്ളിയുടെ കയ്യിൽ ഒരു 38 39 പേർ ഉണ്ടെന്ന് കൂട്ടുക. അപ്പൊ എന്നെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 40 പേര്. 39 മലയാളികളുടെ ഇടയിലെ 40ാമത്തെ തമിഴ്ക്കാരനായിട്ട് ഒരു വ്യക്തിയും കൂടെ അതിനകത്ത് ജോയിൻ ചെയ്ത്. എല്ലാം ഒരേ പ്രായക്കാരാണ്, ഓർക്കണം. എല്ലാം 1-2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരേ പ്രായക്കാരാണ്. എല്ലാം എന്ത് ചെയ്യാൻ മടിക്കാതെ വരും. അങ്ങനെ കൊട്ടേഷനായിട്ട് കുണ്ടേഷമായിട്ടും അങ്ങനെ പലതും ചെയ്യാനായിട്ട് മടിക്കാതെ ഒരു ടീം ഗാങ്. ആ ഗാങ്ങിലാണ് ഞാൻ പിന്നെ ചെന്ന് പെടുന്നത്. അപ്പൊ അവരുമായിട്ട് തല്ലാനും ഏത് പണിക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അപ്പൊ അങ്ങനത്തെ പണിക്കൊക്കെ ഏത് സമയത്തും മടുക്കാതെ ബോംബെ പാണ്ഡുപ്പ് എന്ന് പറഞ്ഞ സിറ്റിക്കകത്ത് അങ്ങനെ ഈ ബാബു എന്ന് പറഞ്ഞാല് കൊട്ടാരക്കരക്കാരനാണ് ഈ ബാബു. ബാബു എന്ന് പറഞ്ഞ ഈ ബാബു മുണ്ട് ഉടുക്കിയേ നടക്കുള്ളൂ, പാൻറ് ഇടാറില്ല, മുണ്ട കൊടുക്കുള്ളൂ, വെള്ള മുണ്ട് വെള്ള സെറ്റ് ഇടുന്നത്. പുള്ളി എക്സ്പോർട്ട് കമ്പനി ജോലിക്കാരനാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ചാ താമസിക്കുന്നത്, ഒരേ റൂമിലെ താമസിക്കുന്നത്. പുള്ളി ഇറങ്ങി റോട്ടിൽ കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാല് അവിടുത്തെ പോലീസ് SI കണ്ടാലും കോൺസ്റ്റബിൾ കണ്ടാലും പിന്നെ സർക്കിളർ കണ്ടാലും പുള്ളിയെ കണ്ട് സൈറ്റ് അടിക്കും. അപ്പോ അങ്ങനെയുള്ള രീതിയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ അവിടെയെല്ലാം മണ്ണെണ്ണ വെച്ച് മിസ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടായി കഴിക്കുക. അപ്പൊ മണ്ണെണ്ണ വേണം സ്റ്റൗവിൽ ഒഴിക്കണമെങ്കിൽ. അപ്പൊ മണ്ണെണ്ണ റേഷൻ കടയിൽ നിന്നാണ് മേടിക്കണേ. നമ്മുടെ നാട്ടിലെ റേഷൻ കടയിൽ റേഷൻ കാർഡും ഉണ്ടെങ്കിൽ മണ്ണെണ്ണ കിട്ടാറില്ല. അന്ന് റേഷൻ കാർഡും വേണ്ട, ഒന്നും വേണ്ട. ബാബുന്റെ പേരും പറഞ്ഞ് 20 ലിറ്ററിന്റെ കണ്ണാസ് കൊണ്ട് റേഷൻ കടയിലെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാല് അവർ പറയും ഇത് ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ 20 ലിറ്ററിന്റെ കണ്ണാസ് നമ്മൾ വീട്ടിൽ കൊണ്ട് അവർ എത്തിക്കും. അല്ലെങ്കിൽ അവർ റെഡിയാക്കി വെച്ചേക്കും, നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയാൽ മതി, പൈസകളും കൊടുക്കണ്ട. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് അവിടെ. അത് മാത്രമല്ല ഈ പറഞ്ഞ പാണ്ഡുപ്പ് എന്ന് പറഞ്ഞതായ സ്ഥലത്ത് അവിടെ ഞങ്ങൾ ഇന്ന ഏരിയ എന്ന് പറഞ്ഞാല് ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു കേരളം പോലത്തെ ഉള്ള ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, എല്ലാം മലയാളികളാണ്. കമ്പനിയിലുള്ള നേതാക്കന്മാര്, മുതലാളിമാര്, സേട്ടുമാര് ഇരിക്കുന്ന എല്ലാവരും മലയാളികളാണ്. അവിടെ നടത്തുന്ന മിസ് കട എല്ലാം മലയാളികളുടെ കടകളാണ്. മിക്കവാറും സ്ഥലത്തെല്ലാം മലയാളത്തിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉത്സവങ്ങൾക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഉത്സവങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലാണ് ഞാൻ പോയി നിന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് അവരുമായിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. കൂടുതൽ ഈ മലയാളികളുമായിട്ട് ചേരാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. ഞാൻ തമിഴ്ക്കാരൻ എന്ന് പറഞ്ഞാൽ തമിഴ്ക്കാരായിട്ട് കൂടുതൽ കമ്പനി കൂടാൻ എനിക്ക് താല്പര്യം കുറവാണ്. അപ്പൊ ഇവരുമായിട്ട് ഞാൻ കമ്പനി കൂടുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞാല്, ഓണം വന്നു കഴിഞ്ഞാല്, മറ്റുള്ളതായ പരിപാടി വന്നു കഴിഞ്ഞാൽ എല്ലാം വന്നു കഴിഞ്ഞാൽ മുൻസ്ഥാനമാണ് എനിക്ക്. അപ്പൊ എല്ലാ കാര്യത്തിലും എന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ എക്സ്പോർട്ടിൽ കമ്പനിയിൽ ജോലി കയറി കഴിഞ്ഞിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഹെൽപ്പറായിട്ട് ജോലി കയറിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും വരാനുള്ള ജോലിയൊക്കെ ആയിരുന്നു എനിക്ക് തന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാല് അപ്പോ ഈ വിക്രോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പാണ്ഡുപ്പിലേക്ക് സാധനം കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതായിട്ട് കമ്പനി എനിക്ക് ഒരു സൈക്കിള് മേടിച്ചു തന്നു. ആ സൈക്കിളാണ് സാധനം കെട്ടി കൊണ്ടുവരുന്നത്. സൈക്കിള് കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറ്റുന്ന സാധനം ഞാൻ സൈക്കിളിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് കിടുങ്ങും. കാരണം ഞാൻ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ ആരും സഹായിച്ചു കൊടുക്കില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പൊക്കിയെടുക്കണം. അത്രയും വലിയ ചുമട് ഞാൻ ഒറ്റയ്ക്ക് തോളത്ത് എടുത്തുകൊണ്ട് മുകളിൽ പോയി ഇടും. ആൾക്കാരെ കണ്ടതിൽ നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരു ജോലിക്കാരെ ഈ കമ്പനി തുടങ്ങി ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ചെയ്യുന്ന മനുഷ്യനെ മെഷീനാടാന്നൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പേരായി. അപ്പൊ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പണിക്കാരനുണ്ട്, ഭയങ്കര പണിക്കാരനാണ്. അപ്പൊ എന്ത് പണിയും പറഞ്ഞാലും നമ്മ ചെയ്യാൻ അറിയത്തില്ലെന്നോ അല്ലെങ്കിൽ പറ്റത്തില്ലെന്നോ ഞാൻ പറയാറില്ല. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഇഷ്ടമാണ്.
അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ ആ കമ്പനിയിൽ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് ഞാൻ അവിടെ ജോലി ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പണി പഠിച്ചു, ടൈലറിങ് പഠിച്ചു, പിന്നെ തുണി തയ്ക്കാൻ തുടങ്ങി. അപ്പൊ ആ പണി പഠിച്ച് പിന്നെ ടൈലറായി, പിന്നെ ഹെൽപ്പറേക്ക് വേറെ ആളെ കൊണ്ടുവന്നു. വേറെ ആൾ വന്നാലും അപ്പൊ എൻ്റെ അടുത്ത് പറയും, സെൽവം പോയാൽ, എന്നെ സെൽവം എന്ന് എല്ലാവരും വിളിക്കാറ്, അപ്പൊ സെൽവം പോയാൽ കാര്യം നടക്കുള്ളൂ എന്ന് വിചാരിച്ച് എന്നെയാണ് കമ്പനിയിലേക്ക് വീണ്ടും വീണ്ടും വിടുന്നത്. അപ്പൊ ഞാൻ പോകും, ബാക്കിയുള്ള സമയത്ത് കമ്പനിയിൽ വന്നിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവിടെയും 40 മെഷീൻ അന്ന് ഇറങ്ങിയത്, ചുറ്റി എന്ന് പറഞ്ഞതായിരിക്കുന്ന കറണ്ട് മെഷീൻ ഇറങ്ങിയ കാലഘട്ടങ്ങളാണ്, കൊറിയൻ മെഷീൻ. ആ മെഷീനാണ് 40 മെഷീൻ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാലഘട്ടങ്ങളാണ്. അപ്പൊ അവരുടെ ഷേട്ടായിരിക്കുന്നവരെല്ലാം കൊല്ലങ്കാരാണ്. കൊല്ലത്തിലെ കിളിമാനൂർ, കൊണ്ട്ര ആ ഭാഗങ്ങളിലുള്ളവരാണ് ഈ സേട്ടുമാർ. സേട്ട് എന്ന് പറഞ്ഞ മുതലാളി എന്ന അതിന്റെ അർത്ഥം. അപ്പൊ ആ സേട്ടുമാരായിരിക്കുന്നവര്. അപ്പൊ അവരുടെ കൂടെയാണ് നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് നിന്നത്. പിന്നീട് ഞാൻ നാട്ടിലേക്ക് വരുന്നത്, നാട്ടിൽ അന്ന് പറഞ്ഞ കത്താണ്, ഒരു മാസത്തിലെ ഒരിക്കല് ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. എന്തൊരു സന്തോഷമായിരിക്കും. ഇന്ന് കത്ത് വന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ജോലികൾ മര്യാദയ്ക്ക് ചെയ്യാത്ത തോന്നൂല. അത് ഒരു കത്ത് തന്നെ അടുത്ത കത്ത് വരുന്നവരെ ഈ കത്ത് തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. വായിച്ച് വീണ്ടും വീണ്ടും ആ കത്ത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മാസം ആ ഒരു കത്ത് വരുമ്പോ തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് സുഖമില്ല, സീരിയസ് ആണെന്ന് പറഞ്ഞ് കത്ത് വന്നത്. പിന്നെ കത്ത് കിട്ടി ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അമ്മച്ചിയൊക്കെ അടക്കി, അമ്മച്ചിയുടെ 21 കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള കാരണം. ബോംബെയിലെ ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കൊള്ളും കൊലകളും പ്രശ്നങ്ങളും അതുമൊക്കെ, പോലീസ് കേസുകളും അതും ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒന്നിനെയും ഞങ്ങളെ ഉൾപ്പെടുന്ന വിഷയങ്ങളല്ല. പക്ഷെ ഞങ്ങൾ അവിടെ താമസിച്ചത് കൊണ്ട് ഞങ്ങളെ അതിനകത്ത് കൊടുക്കാനായിട്ട് പലരും പല കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ പറ്റ തന്നെ ഒരാളെ വെട്ടി ഇങ്ങനെ കഷ്ടമായിട്ട് കുന്നുകൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. നേരം വെളുക്കുന്ന നോക്കിയപ്പോഴേക്ക് ചോരയുടെ വെള്ളം ഒഴുക്കുക, അങ്ങോട്ട് കുന്നു മുകളിലേക്ക് ചോര ഒഴുകി പോവുക, മഴ പെയ്ത് വെള്ളം ഒഴുകുന്നവർ ഒഴുകി പോവുക. അങ്ങനത്തെ ഉള്ള ഏരിയയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു ദാതാമര. ഇപ്പൊ ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളുടെ ഒരു ദാത ഉണ്ട്, അതുകൊണ്ട് വേറെ ഒരു ഏരിയയിൽ വേറെ ഒരു ദാത ഉണ്ട്. വേറെ ഒരു ദാത ഇരിക്കുന്ന വ്യക്തി ഞങ്ങളുടെ ഏരിയയിൽ വന്ന് അടിച്ചിട്ട് അവനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അവനെ പോകണമെന്നുണ്ടെങ്കിൽ അവൻ പോകാൻ പറ്റൂല. അപ്പൊ നമ്മളെല്ലാം കൂടെ അവനെ കൊടുക്കും. അപ്പൊ ഇവ അങ്ങനെ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരുമായിട്ട് പോയിട്ട് അവിടെ ഏരിയ പോയി അവനെ പോയി തകർക്കും. തകർക്കുന്നത് ചില്ലറയില്ല, എല്ലാവരും കമ്പി വടിയും റോപ്പും സൈക്കിളിന്റെ ചെയിനും പിന്നെ പിച്ചാത്തിയും പിന്നെ നെഞ്ചാക്കും ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് എല്ലാം ഇവിടെ തോളത്തും അറയിലേക്ക് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ദാതാക്കന്മാർ കൂടുതലുള്ള ഏരിയയാണ് ഈ ബോംബെ എന്ന് പറയുന്ന സംഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മലയാളത്തിലെ ആത്മീയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാവത്തെ പച്ചവെള്ളം പോലെ കോരി കുടിക്കുന്ന ഒരു ദേശമാണ് ബോംബെ. അത് മാത്രമല്ല അപ്പണ അമ്മയും കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവളും കിട്ടുന്ന ഒരു ദേശമാണ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദേശമാണ് ബോംബെ എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിലെ, അതായത് രാജീവ് ഗാന്ധി മരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓൾറെഡി ബോംബെയിലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അടിച്ച് പൊരിഞ്ഞ് അവിടെ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴ്ക്കാരാണല്ലോ, അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും തമിഴിന് പേര് കേട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം അടിക്കുക. അതുകൊണ്ട് അപ്പൊ ഞാനുണ്ടായിരുന്ന ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ മലയാളികളുടെ കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ആൾക്കാരെടുത്ത് പറഞ്ഞ് അവിടെ പോയി പറഞ്ഞേക്കുന്ന തമിഴ്ക്കാരാന്ന് പറഞ്ഞ് ഇന്ന് കൊന്നുകളയാ അവരെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ഞങ്ങളുടെ ചെറുപ്രായത്തിലെ എന്റെ കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മരിച്ചപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്റെ നേരെ ഇളയ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവര് കുറെ പൈസ ഒക്കെ ചേർത്ത് ചുറ്റുകൂടി വിവാഹം കഴിച്ചിട്ട് അപ്പണില്ല, എന്റെ അപ്പം മരിച്ചു. എനിക്ക് 18 വയസ്സായപ്പോൾ ഇരുന്നപ്പോ തന്നെ അപ്പം മരിച്ചു. അപ്പണക്ക് അട്ടാക്കായിരുന്നു. അട്ടാക്ക് ഒന്ന് മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വളർത്താനായിട്ട് ഞാനാണ് കൂടുതൽ അധ്വാനിച്ചു. മൂത്തമാണായതുകൊണ്ട് ചുമടെല്ലാം എന്റെ തലയിലായിരുന്നു. അതുകൊണ്ട് പിള്ളേരൊക്കെ വളർത്തി കൊച്ചുങ്ങളൊക്കെ പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇളയ ബംഗാളിനെ, എന്റെ നേരെ ഇളയ ബംഗാളിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ സകലം സ്വീകരണമായിട്ട് പല കാര്യങ്ങൾ അന്നത്തെ കാലയളവിൽ ചെറിയ എന്ന് വലിയ സ്വീകരണമല്ല, ചെറിയതായിട്ട് സ്വീകരണം. ഒരു പിന്നെ സ്വർണമും മാലയും കമ്മലും ഇങ്ങനെ പിന്നെ ചെറുക്കണക്ക് മോതിരവും പിന്നെ കുറെ പൈസയും അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ ഒരു ഇതാണ്. അതായത് അന്നത്തെ രീതിയിലുള്ള കാലഘട്ടങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വരുന്ന സമയത്ത് അപ്പൊ അമ്മ പറഞ്ഞു, നീ ഏതായാലും എങ്ങും പോകണ്ട, ഇവിടെ നിന്നിട്ട് ജീവിച്ചാൽ മതി. ഇത്ര ദൂരെയൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ബോംബെയെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാവുക. അതുകൊണ്ട് ബോംബെക്ക് ഒന്നും പോകണ്ട, ഇവിടുത്തെ അടുത്ത് എവിടെയെങ്കിലും ജോലി ചെയ്താൽ മതിയടാ മോനെ എന്നൊക്കെ എന്നൊക്കെ പറയാനിടയെ. അങ്ങനെയാണ് പിന്നെ വീണ്ടും ഞാൻ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നീ വേറെ എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കേരളത്തേക്ക് വരുന്നത്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിയിലേക്ക് വരുന്നത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, കൊച്ചിയിൽ പോവുകയാണെങ്കിൽ ഷിപ്പിലെ ജോലി കയറാൻ പറ്റും. അവിടെ ഷിപ്പ് ഉണ്ടാവും, ഇഷ്ടംപോലെ ഷിപ്പും ഉണ്ട്.
അപ്പൊ കപ്പലിൽ ജോലിക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരാള് എനിക്ക് കപ്പലിൽ ജോലിക്ക് കയറാൻ വേണ്ടിയാണ് എന്നെ ഒരാള് അങ്ങോട്ട് അത് പറഞ്ഞാണ് വിട്ടത്. നമ്മ ഇവിടെ വന്ന് വലിയ കാര്യത്തില് ഷിപ്പില് ജോലിയാണല്ലോ, അപ്പൊ നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന പറഞ്ഞ് വലിയ കാര്യത്തില് ഞാന് കൊച്ചിയിലെ വണ്ടിയും ബസ്സും കയറി അവിടുന്ന് ബോംബെയിലായിരുന്നു വരുന്ന സമയത്ത് ഈ ഫോറിൻ സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ആ സൂട്ട് കേസ് മേടിക്കാൻ ഒരു ഫോറിൻകാരനെ പോലെ, നമുക്കറിയില്ല പണ്ട് കാലഘട്ടങ്ങളില് ഫോറിൻകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബെക്കാരൻ എന്ന് പറഞ്ഞാല് ഒരു ഫോറിൻ സൂട്ട് കേസ് കയ്യിൽ പിടിച്ചിട്ട് സെത്ത് സ്റ്റൈലായിട്ട് ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗമയാണ് ആ വ്യക്തിക്ക്. കയ്യിൽ ഒരു വാച്ചും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട, അതുപോലത്തെ കാലഘട്ടം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ സൂട്ട് കേസ് മേടിച്ചാണ് ബോംബെയിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്നത്. ആ ബോംബെയിൽ നിന്ന് ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്ന് അന്വേഷണം നോക്കിയപ്പോഴത്തേക്ക് അങ്ങനത്തെ ജോലി ഒന്നും ഇല്ല. ജോലി എന്ന് പറഞ്ഞത് ഈ ഷിപ്പ് വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ അത് ജോലിക്ക് വേണ്ടിയിട്ട് അതിനകത്ത് അകമൊക്കെ വൃത്തിയാക്കാനൊക്കെ കുറെ ആൾക്കാരെ കൊണ്ടുപോയി, കോൺട്രാക്ട്കാരന്മാർ അവിടെ വന്നിട്ട് 10-20 വരെ കൊണ്ടുപോകും. അകമെല്ലാം അടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി തന്നെ ഷിപ്പിലുള്ള ആൾക്കാർ ഈ പണിക്കാർക്ക് നല്ല സെന്റ് കുപ്പിയോ അല്ലെങ്കിൽ പരിപ്പ്യമോ അല്ലെങ്കിൽ പിന്നീട് കുപ്പി മത്തി വയ്ക്കുന്ന ആൾക്കാരെങ്കിൽ മത്തിയ കുപ്പിയോ അല്ല അവിടുത്തെ വെൽനെറ്റ് എന്ന് പറഞ്ഞായ എന്താ പറയാ ഈന്തപ്പഴമോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കും. ഇല്ല വസ്ത്രമാണെങ്കിൽ വസ്ത്രം 1-2 വസ്ത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്ന പതിവുകളുണ്ട്. അപ്പൊ അങ്ങനെ മേടിച്ചോണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അവർ വന്ന് ഇവിടെ വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഷിപ്പിൽ ജോലി കിട്ടി, അവിടെ നിന്ന് പോയപ്പോഴാണ് ഇതെല്ലാം മേടിക്കാൻ ഇടയായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് ഇതൊക്കെ പറഞ്ഞ് വെറുതെ പറയുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവർ വലിയ ഷിപ്പിൽ ജോലി എന്ന് പറഞ്ഞാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. പിന്നീട് മനസ്സിലായത് ഷിപ്പിലെ ജോലിയല്ല കളിപ്പീരാന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാന് അവിടെ നിലനിൽക്കണം. അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം എന്റെ വിവാഹം അവിടെ ആയി കഴിഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞ അമ്മച്ചിയുടെ മരണത്തോടെ ബന്ധത്തിലാണ് എന്റെ വിവാഹം കഴിയണത്. അപ്പൊ എന്റെ വിവാഹം കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരെയും വിവാഹം കഴിച്ചു. 2 അനിയന്മാർ മാത്രമേ വിവാഹം കഴിക്കാതെ ഉള്ളൂ. ബാക്കി പെങ്ങളന്മാരെല്ലാം വിവാഹം കഴിച്ചു കൊടുത്തു. 2 അനിയൻ മാത്രമേ വിവാഹം കഴിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അമ്മച്ചി പറഞ്ഞത് വിവാഹം കഴിച്ചത് കൊണ്ട് വിവാഹം എനിക്ക് കഴിഞ്ഞു. അപ്പൊ വിവാഹം കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെ പോകണ്ട, ഇവിടെ അടുത്ത് പോയാൽ മതി. അങ്ങനെ എറണാകുളം ഞാൻ വന്നത്. അപ്പൊ എറണാകുളത്ത് വന്ന സമയത്ത് ഇപ്പൊ കുടുംബം ഇങ്ങനെയായി, ബോംബെ ജീവിതം അങ്ങനെ പോയി. പിന്നെ വേറെ നമുക്ക് വരുമാനമൊന്നും ഇല്ല, കുടുംബം പോറ്റണമല്ലോ, അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്ത്. അപ്പൊ ആൾക്കാരുടെ ചോദിച്ചു പറഞ്ഞത് ഇവിടെ ഡിഗ്രി എടുത്ത ആൾക്കാരൊക്കെ ഡിഗ്രിയൊക്കെ മാറ്റി വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ എല്ലാം തൂമ്പ പണിക്കാൻ പോകണേ. അപ്പൊ സെൽവത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പലിലെ ഷിപ്പിലോ ഒന്നും എയർപോർട്ടിലോ ഒന്നും ജോലി കിട്ടത്തില്ല. ഞങ്ങളുടെ കൂടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ പട്ടിണിയില്ല കിടക്കാതെ നമുക്ക് ഒന്നേരം കഞ്ഞി കുടിക്കാൻ പറ്റും, പറഞ്ഞുകൊണ്ടത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ ജീവിക്കണ്ടേ, കുടുംബം പോറ്റണ്ടേ, നമ്മൾ വിശ്വസിച്ച ഒരു കുടുംബമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ശരി അവരുടെ കൂടെ പോയി. അവർ നമുക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. അപ്പൊ അവരുടെ കൂടെ പോയി തൂമ്പ പണി, ഈ ചെല്ലയ്ക്കകത്ത് തൂമ്പ വെട്ടി മണ്ണ് വെട്ടി എടുക്കുന്ന പണിയാണ്. അപ്പൊ അത് വെട്ടി അപ്പൊ നമുക്ക് തൂമ്പകളും മര്യാദക്ക് പിടിക്കാൻ അറിയത്തില്ല, പിടിച്ച് എങ്ങനെ വെട്ടണമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ പറമ്പിലെ തൂമ്പ പിടിച്ച് കിളയ്ക്കുന്ന മാതിരിയല്ല ഈ ചെളിക്കകത്ത് പണിയെടുക്കുന്നത്. ചെളിക്കകത്ത് പണിയെടുക്കുന്ന പറഞ്ഞാൽ കൈ പിടുത്തം വിട്ട് കഴിഞ്ഞിട്ട് അടുത്ത പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ കൈയെല്ലാം ചെളിയാവും. ചെളിയായി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റാതെ തെന്നിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്പൊ അവർ പറയും തെന്നി പോവുകയാണെങ്കിലേ ചരള ആ ചരള മണല് അത് ഇട്ടാൽ മതി, അപ്പൊ പിടുത്തം കിട്ടും എന്ന് പറയും. അപ്പൊ ഞാൻ തെന്നി പോകുന്ന സമയത്ത് മണൽ അതിനകത്ത് ഇട്ടിട്ട് കൈ കയറി പിടിക്കുന്ന സമയത്ത് അങ്ങനെ പിടിക്കുന്നത് ഞാൻ 2 കൈയും പപ്പടം പോലെ ഇതെല്ലാം ഫുള്ളായിട്ട് പൊള്ളി 2 സൈഡും പപ്പടം പോലെ പൊള്ളി ചോരവെന്ന് പറഞ്ഞാൽ ചോരൊക്കെ ഒഴിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അറിയത്തില്ല പണിയെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നു. രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുളിക്കാനോ കപ്പ് പിടിക്കാനോ സോപ്പ് തേക്കാനോ കുളിച്ചിട്ട് തോർത്ത് പിളിയാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം കഴിഞ്ഞാൽ ഈ കൈ കുഷ്ഠം പൊളിയായി. അപ്പൊ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ വൈരാഗ്യം വന്നു. കാരണം വെച്ചാൽ കുടുംബമായി ഇനി പണ്ടത്തെ മാതിരി ദാദാഗിരിയും കഴിച്ച് നടന്നു കഴിഞ്ഞാൽ കുടുംബം ജീവിക്കാൻ പറ്റത്തില്ല. അതിന് എന്തെങ്കിലും കൂലിപ്പണി ആട്ടെ, എന്തെങ്കിലും ആട്ടെ, പത്രം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അന്ന് വന്ന കാലഘട്ടത്തില് ഞാൻ പറഞ്ഞ സമയത്ത് 80 രൂപയാണ് കൂലി. ഒരാള് ജോലിയിൽ പോയി കഴിഞ്ഞാൽ 80 രൂപ മാത്രമേ കൂലി കിട്ടുള്ളൂ. ഞാൻ കൊച്ചിയിലെ വന്ന കാലഘട്ടത്തിൽ അപ്പൊ 80 രൂപ കൂലിയാണ്. അപ്പൊ എന്റെ പണി കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയി നന്നായിട്ട് പറയുന്ന അനുസരിച്ച് പണിയെടുക്കും. അപ്പൊ ഞാൻ എന്റെ പണി കണ്ടിട്ട് 10 രൂപ കൂടുതൽ തരും അവര്. അവനുള്ള പണിക്കാരനാണ്, 10 രൂപ കുഴിച്ചിട്ടെന്ന് 10 രൂപ കൂടുതൽ തരും. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എല്ലാം ഇത് ചെയ്തിട്ട് വീട്ടിലെ പോയിട്ട് ഇത് കുറെ ദിവസമായി ഈ കൈ പൊട്ടി നാശമായി. പിന്നെ അവസാനം അത് ആൾക്കാരടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവന് പണി ചെയ്ത് ശീലമില്ല, അതുകൊണ്ടാണ് പൊട്ടിയത് എന്ന് പറഞ്ഞിട്ട് എന്നെ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയലിങ്ങിന്റെ വർക്കിന് കയറി. ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഇങ്ങനെ പോസ്റ്റ്മാർമാര് വലിയ ഇത് വെച്ചിട്ട് പോസ്റ്റ് വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട്
അതായത് എറണാകുളത്തിലുള്ളതായിരിക്കുന്ന 10ഉം 15ഉം മാടി കെട്ടിടങ്ങളുടെ അടിസ്ഥാനം ഉറപ്പിക്കുന്ന പണിയാണ് ഫൈലിംഗ് എന്ന് പറയുന്നത്. തറയിൽ നിന്ന് നേരെ ഭൂമിയുടെ ഉള്ളിലേക്ക് 70-80 മീറ്റർ ഒക്കെ താത്തിട്ട് അതിനകത്ത് കമ്പി ഇറക്കി കോൺക്രീറ്റ് ചെയ്ത പണിയാണ് ഈ ഫൈലിങ്ങിന്റെ പണി. അതിന് മെഷീനൊക്കെ വർക്ക് ചെയ്യണം. ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പൊ ആ പണി പഠിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവരുടെ കൂടെ കൂടി പണി പഠിച്ചു. പെട്ടെന്ന് പണി പഠിച്ചു, പെട്ടെന്ന് ഓപ്പറേറ്ററായി. അങ്ങനെ ഓപ്പറേറ്ററായി ഞാൻ. ഓപ്പറേറ്ററായി എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ 6, 7, 8 പണിക്കാരുണ്ട്. അവരുടെ ലീഡറാണ് ഞാൻ. അങ്ങനെ ഒരു ഓപ്പറേറ്ററായിട്ട് മാറി. കോൺട്രാക്ടുകാരനായിട്ട് മാറി. കുറെ വർക്കുകൾ കോൺട്രാക്ട് എടുത്ത് ഞാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്ററായിട്ട് മാറി. അപ്പൊ അങ്ങനെ വണ്ടി വെച്ച് കുറെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്താലും ഈ ബോംബെയിലുള്ളതായ ദുർശീലങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ബോംബെയിലെ ദുർശീലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയതാ. എന്ന് പറഞ്ഞാല് കഞ്ചാവ്, അവിനി, ബ്രൗൺ ഷുഗർ, ഹാൻസ്, തമ്പാക്ക്, പാൻപരാക്ക്, ബീഡ എന്ന് വേണ്ട സകല സംഭവത്തും ഇന്ന് ഏതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നമ്മൾ നടക്കുന്നുവോ അത് സകലവും എന്റെ പോക്കറ്റിലുണ്ടോന്നാണ്. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് ലഹരി കയറി തലയ്ക്ക് പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം കിട്ടുന്നു. ആൺസ് തിന്നിട്ട് ഇപ്പൊ തലയ്ക്ക് പിടിച്ചില്ലെന്ന് പറഞ്ഞാല് സ്റ്റമ്പ് ഇടും. സ്റ്റമ്പ് പിടിച്ച് തലയ്ക്ക് പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഗണേഷ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, അത് ഇടും. അത് പിടിച്ച് സാധനം ഉണ്ടെങ്കിൽ പിന്നെ പാൻപരാഗ് ഇടും. പാൻപരാഗ് ഇവിടെ പിടിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മദ്യ വയ്ക്കാൻ പോകും. ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല വാട്ടിച്ചാറയെ വെക്കുന്ന കാലഘട്ടങ്ങളാണ് കൊച്ചിലൊക്കെ. അപ്പൊ പണിയും കഴിഞ്ഞ് നേരെ വരുന്നത് വാട്ടിച്ചാറയം അടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വാട്ടിച്ചാറ അടിക്കാൻ പറഞ്ഞാൽ കള്ളുഷാപ്പിൽ നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ ചാറായക്കടയിലും നമുക്ക് ഭയങ്കരമായിട്ട് ബഹുമാനമാണ്. കടം ചോദിച്ചാലും കാശ് വരും. കള്ളുഷാപ്പിൽ ആരും കടം കൊടുക്കൂല. പക്ഷെ നമ്മ ചോദിച്ചാൽ കടം കൊടുക്കും. അപ്പൊ ചേട്ടാ 2 കുപ്പി നാളെ തരാന്ന് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, സെലവുണ്ടല്ലേ പോയിക്കോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ മദ്യ വെച്ച് മറന്നു പോകുന്നവർക്കെല്ലാം മേടിച്ചു കൊടുത്ത് കയ്യിൽ നിന്ന് കാശെല്ലാം അങ്ങ് പോകും. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് 500 രൂപ കഴിഞ്ഞാൽ വലിയ ശമ്പളമാണ്. അന്ന് ഒരാഴ്ചക്ക് 500 രൂപ കഴിഞ്ഞാൽ വലിയ ശമ്പളമാണ്. പക്ഷെ എനിക്ക് അന്ന് തന്നെ 800 രൂപ 1200 രൂപ ശമ്പളം എനിക്ക് കിട്ടും. നല്ല വരുമാനം തന്നെ. ഓട്ടിയൊക്കെ ഇഷ്ടമുള്ള ഓട്ടി എനിക്ക് കിട്ടും, നല്ല ശമ്പളം കിട്ടും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് ഒരു വാത്തുർത്തി എന്ന് പറഞ്ഞതായിരിക്കുന്ന പഴയ എയർപോർട്ടിന്റെ ഫ്രണ്ടിലുള്ളതായിരിക്കുന്ന ഒരു ദ്വീപ് പോലത്തെ ഒരു ചേരി പോലത്തെ ഒരു ഏരിയയാണ് വാത്തുർത്തി. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ബോംബെയിലെ ഒരു ധാരാവി പോലത്തെ ഒരു ഏരിയയാണ് ഈ വാത്തുർത്തി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ റഷ്യയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഞാൻ നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയാണ്. ഈ കയ്യിലെ ഇങ്ങനെ പൊട്ടി കുഷ്ഠം പോലെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പുതയ്ക്കാനായിട്ട് പുതപ്പൊന്നുമില്ല. ചെറിയൊരു പുതപ്പുണ്ട്. അത് പുതപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു, മുള്ളു വേലി പോലത്തെ ഒരു വേലി ഉണ്ടായിരുന്നു. ആ വേലിയിലാണ് ഞാൻ വിരിച്ചിട്ടിട്ട് പോകണം. അപ്പൊ എനിക്ക് കിടക്കാനായിട്ട് സ്ഥലമില്ല. അപ്പൊ ഒരു വീടിന്റെ മുറ്റത്താണ് ഞാൻ കിടക്കണേ. അപ്പൊ അങ്ങനെ ആരും എടുത്തു നോക്കൂലേ, ഈ പുതപ്പൊക്കെ വിരിച്ചിട്ട് എന്റെ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആരും എടുക്കാറില്ല. അപ്പൊ ഞാൻ അത് പകൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന സമയത്ത് ഞാൻ വിരിച്ചു കിടക്കുന്ന സാധനം നനഞ്ഞിട്ടായിരിക്കും കിടക്കണേ. അപ്പൊ ഞാൻ പകൽ ഫുള്ളായിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ട് വരുന്നത് കൊണ്ട് വൈകുന്നേരം വന്ന് കുളിച്ചിട്ട് ഒരു വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ ഒരു മാസത്തിൽ ഇത്ര രൂപ കൊടുക്കണമെന്ന് പറയും. അത്ര രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം തരുമായിരുന്നു. അപ്പൊ അവർ കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് ഞാൻ ആ വാതിക്ക് കിടക്കുമായിരുന്നു. അപ്പൊ വിരിച്ച് കിടക്കാനായിട്ട് എന്തെങ്കിലും ചാക്ക് എന്തെങ്കിലും ഉണ്ടാവും. പുതയ്ക്കാനായിട്ട് ഈ വെളി കിടക്കുന്നതായ പുതപ്പ് എടുത്തിട്ട് പുതച്ചിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ അവസ്ഥ. ചിലപ്പം പകൽ മഴയില്ലെങ്കിൽ അത് പുതച്ച് കിടക്കുന്ന സമയം രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ചാറ്റമഴ അടിച്ചു കഴിഞ്ഞാൽ കമ്പിളിട്ട് നനയും. പക്ഷെ ഈ ഉറക്കമുള്ളത്, ക്ഷീണത്തിന് ഉറക്കമുള്ളത് കൊണ്ട് ഞാൻ ഒന്നും അറിയത്തില്ല, നനഞ്ഞ പോലെ അറിയത്തില്ല. നേരം വെളുക്കുമ്പോൾ നോക്കുമ്പോഴാണ് അറിയുന്നത് കമ്പിളി നനഞ്ഞു കിടക്കുന്നത്. എല്ലാം കൂടെ എടുത്ത് പിഴിഞ്ഞ് ആ വെളിയിൽ ഇട്ടിട്ട് ഞാൻ ജോലിക്ക് പോകും. പകൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ കുറെ കാലം അങ്ങനെ ഞാൻ ജീവിച്ചു ആ തുർത്തി തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, കുടുംബമായിട്ട് ജീവിക്കടാ, അല്ലെങ്കിൽ ശരിയാകത്തില്ല, ഇവിടെ ഒരു ഇതുണ്ടാവില്ല, നിനക്ക് സമയത്ത് ഭക്ഷണം ഉണ്ടാവില്ല, നിനക്ക് തുണി വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ കുടുംബത്തെ, എന്റെ ഭാര്യയും, അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന സമയമാണ് മൂത്ത മോനെ. അവനെയും കൊണ്ട് കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിലേക്ക് ഭാര്യ വന്നു. കുറച്ചുനാൾ കഴിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ ഒരു 1-2 വർഷം നിന്നു വിചാരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ റഷ്യയിലെ അനുഭവത്തിലേക്ക് അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അതാണ് ആ ചിരി പ്രായത്തിലുള്ളതായിരിക്കുന്നതായ കാലഘട്ടങ്ങൾ. അപ്പൊ ഈ റഷ്യയിലേക്ക് വരാനായിട്ടുള്ള സന്ദർഭങ്ങളാണ് എനിക്ക് പോകാൻ കഴിഞ്ഞു. ചെറുപ്രായത്തിൽ നിന്നുള്ളതായ കാലഘട്ടങ്ങൾ ഒരുപാട് കയ്പ്, ഒരുപാട് വേദന, ഒരുപാട് നൊമ്പരം, ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒറ്റപ്പെടുത്തല്, ഇങ്ങനെ പല മേഖലയിൽ കൂടിയാണ് ഞാൻ സഞ്ചരിച്ചു വന്നത്. അപ്പൊ അത് മാതാപിതാക്കളുടെ ഇടയിലെ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തത് കൊണ്ട്,
ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട്, സത്യം ഗ്രഹിക്കാത്തത് കൊണ്ട് ആയിരിക്കാം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ ബോംബെയിലെ ഈ ഗുണ്ടായിസമായിട്ട് ദാദഗിരിയുമായിട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന കാലയളവിലൊക്കെ ഒരുപാട് മരണ പ്രതികരിച്ചുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മരിക്കാനുള്ളതായ അവസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചിരുന്ന കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ കണ്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് നല്ല പൂർണ്ണമായിട്ട് എന്നെ വിടുവിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ചെറുപ്രായം മുതൽ ഞാൻ കൊച്ചിയിൽ വരുന്ന വരെയുള്ളതായിരിക്കുന്ന കാലയളവ് ഇത്രത്തോളം ഉള്ളതായ കാലയളവാണ്. കൂടപ്പിറപ്പുകൾ അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു, അണിയനെ വിവാഹം കഴിച്ചു കൊടുത്തു. അതിന് ഒരുപാട് എന്റെ സമ്പാദ്യം തന്നെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സമ്പാദിക്കുന്നതെല്ലാം അവർക്ക് വേണ്ടിയാ ചെലവാക്കി. എനിക്കിന് വേണ്ടിയിട്ട് 10 രൂപ മാറ്റി വെച്ചിട്ടില്ല. എന്റെ മനസ്സിലെ എപ്പോഴും ഒരു ചിന്ത എന്ന് പറയുന്നത്, കുടുംബത്തിലെ മൂത്ത ആളല്ലേ ഞാൻ, അതുകൊണ്ട് എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കൂടെ ഉള്ളതായ ബാക്കിയെല്ലാം എന്റെ ഇളയതാണല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് വേറെ ഒരു ജോലിക്ക് പോകാറില്ല, അമ്മയെ ഒന്നും വിടാറുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്ത് എന്നെ കൊണ്ട് ആകുന്ന വിധത്തിൽ അവരെ സഹായിച്ച് അവരുടെ വിവാഹ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ചെറുപ്രായത്തിൽ പഠിക്കേണ്ട സമയത്തൊക്കെ പഠിക്കാനുള്ള പൈസ ഞാൻ ചെലവാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്രായം മുതൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എന്റെ നേരെ ഇളയ പെങ്ങൾ എന്ന് പറഞ്ഞാൽ പെങ്ങള് കഴിഞ്ഞ കൊറോണ സമയത്ത് സഹോദരി മരിച്ചു. അപ്പൊ അവർക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കൊച്ചുണ്ടായിരുന്നു. അവനെ വലുതായി, അവനക്ക് വിവാഹം കഴിച്ചു, അവനക്ക് ഒരു കൊച്ചുണ്ട്. അപ്പൊ അവര് നാട്ടിലുണ്ട്, സന്തോഷമായിരിക്കുന്നവര്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു ചെറുപ്രായത്തിലുള്ളതായ കാലയളവിലുള്ളതായിരിക്കുന്ന ജീവിതം. അപ്പൊ ഈ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബെയിൽ പറഞ്ഞ സമയത്ത് എന്റെ ഇഷ്ടമുള്ള പൈസ ഉണ്ടാവും, അതാണ് മെയിൻ വിഷയം. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാല് ആൾക്കാരെല്ലാവരും എന്നെ അടുത്ത് ചുറ്റി ഇഷ്ടംപോലെ ഉണ്ടാവും. ഞങ്ങളുടെ കൊച്ചച്ഛനെ, എന്റെ അച്ഛന്റെ അണിയനക്ക് മക്കള് വെറും പെമ്മക്കളാണ്, ആമക്കളില്ല. പെമ്മക്കൾ എന്ന് പറഞ്ഞാൽ 12 പെമ്മക്കളാണ്. എന്റെ കൊച്ചനെ 12 പെമ്മക്കളായിട്ടാണ് കൊച്ചു ചേർന്നത്. പക്ഷെ 12 പെമ്മക്കൾ വിവാഹം കഴിഞ്ഞെന്നുള്ള കാര്യം ഓർക്കണം. കൂലിപ്പണിയാണ് അച്ഛനക്ക്. 12 മക്കൾ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ അവര് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ അടുത്താണ് അവരെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒരു ഈച്ച പൊതിയുന്ന മാതിരി, ഒരു ചക്കപ്പഴത്തിനകത്ത് ഈച്ച പൊതിയുന്ന മാതിരി എല്ലാവരും കൂടെ എന്നെ ചുറ്റി അങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ വർത്തമാനം പറയും. അപ്പൊ എല്ലാവർക്കും ഞാൻ പൈസ എടുത്തെടുത്ത് കൊടുക്കും. അപ്പൊ അവര് ചോദിക്കുന്നതിനടുത്ത് 10 രൂപയായിരിക്കും, 1 രൂപയായിരിക്കും, 2 രൂപയും ചോദിക്കും. അന്ത കാലത്ത് 2 രൂപ കൊടുക്കുന്ന പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പൊ എന്റെ അടുത്ത് പറയുമ്പോൾ സിനിമയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണം, അവിടെ വിളിച്ചുകൊണ്ട് പോകണം, ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത് മേടിച്ചതാ ഇത് മേടിച്ചതാണ്. എല്ലാം പെങ്ങന്മാരാണ്. അപ്പൊ ചോദിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നത് 2 രൂപ 5 രൂപ ആണെങ്കിൽ എന്റെ അടുത്ത് പോക്കറ്റ് നോക്കുമ്പോൾ ചില്ലറ ഉണ്ടാകത്തില്ല. എന്റെ അടുത്ത് എന്താ ഞാൻ കൂടുതൽ പൈസ 50 രൂപയുടെ 100 രൂപയായിരിക്കും എന്റെ അടുത്ത് ഉള്ളത്. ഇഷ്ടമുള്ള പൈസ കൊണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എടുത്തെടുത്ത് എല്ലാവർക്കും 100 രൂപ വെച്ചാൽ കൊടുക്കണേ. 100 രൂപ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇഷ്ടംപോലെ വലിയ കോടീശ്വരൻ എന്നെ അവർ കരുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പൊ ഞാൻ അവരുടെ ആൾക്കാരുടെ നിന്നത് ഞാൻ പറഞ്ഞില്ല. നിന്നെന്ന് പറയാനും കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ നല്ലൊരു ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷർട്ട് അതിനകത്ത് ചോദിക്കും, ഇത് ഷർട്ട് എനിക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കൂടി കൊടുക്കും. ഷർട്ട് എനിക്ക് വേണമെന്ന് പറയില്ല. അതുപോലെ എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ അങ്ങനെ എന്റെ ഷർട്ട് മേടിച്ചിട്ട് പെങ്ങന്മാര് ബ്ലൗസ് തച്ചിട്ടുള്ള സഹോദരിമാരുണ്ട്. എന്റെ നല്ല ഷർട്ടാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഞാൻ ഊരി കൊടുത്തപ്പോ അതുകൊണ്ട് പോയി പിരിച്ചെടുത്ത് ടൈലറിനെ കൊടുത്ത് അത് ബ്ലൗസ് തച്ചിട്ടവർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും അവർക്കെല്ലാം വേണം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ട് എനിക്ക് സന്തോഷമാണ്, കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അപ്പൊ എന്ത് ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. അപ്പൊ അങ്ങനെ എനിക്ക് വേണ്ടി ഒന്നും, ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത്, എനിക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ല ഇതുവരെ. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല, എനിക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഉള്ളതെല്ലാം ഉള്ള സമയത്തെല്ലാം കൊടുക്കും. എനിക്കില്ലെങ്കിൽ ഞാൻ കടം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പലർക്കും കടം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ സ്വഭാവം, എന്റെ കുടുംബ ജീവിതം, എന്റെ കുടുംബത്തിന്റെ രീതി, ഇതെല്ലാം. അമ്മയാണെങ്കിലും അതുപോലെ തന്നെ അമ്മേനെ ചേട്ടാ പറഞ്ഞില്ലേ ജോലിക്കൊന്നും വിടത്തില്ലെന്ന്. അതിന്റെ കാരണം അമ്മയെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനകത്ത് അവർ 5 മക്കളാണ്. 5 മക്കളിനകത്ത് 4 ആമ്പിള്ളാരാ, ഒറ്റ പെങ്കൊച്ചാണ്. ഒറ്റ പെങ്കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് അന്നത്തെ കാലഘട്ടത്തില് എന്റെ അമ്മ കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ വിട്ടിട്ട് ഏതാണ്ടൊക്കെ കുസൃതി കാണിച്ചെന്ന് പറഞ്ഞപ്പോ ടീച്ചർ അടിച്ചപ്പോ വീട്ടിലെ 4 ആങ്ങളമാരെ പോയി ടീച്ചറെ വഴക്ക് പറഞ്ഞ് അന്ന് ഒരു സ്കൂളിലേക്ക് ഈ പെങ്ങൾ വിടത്തില്ലെന്ന് പറഞ്ഞ് പഠിത്തം മുടക്കിയ മണ്ടന്മാരെ അംഗന്മാരാണ് എനിക്കുള്ളത്. സോദര അപ്പൊ സ്കൂൾ മുടക്കി അന്ന് വിട്ടപ്പോ സ്കൂളിൽ വിട്ടില്ല. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ പഠിക്കാതെ ചോദിച്ചപ്പോ അമ്മ പള്ളിക്കൂടെ പോയിട്ടില്ല. അതാ കാരണം എന്താ വെച്ചാൽ ഇതാ സംഭവം. അപ്പൊ പഠിക്കണമെങ്കിൽ അമ്മയ്ക്ക് നല്ല അന്തസ്സായിട്ട് ഉയർന്ന ഉദ്യോഗമായിട്ട് പഠിച്ചു വരായിരുന്നു. ഇപ്പൊ അമ്മയും മരിച്ചു, അമ്മയില്ല. 2016 അമ്മ മരിച്ചു. ഞാൻ എന്റെ ഭാര്യയും കൂടി ഞങ്ങൾ ഒഡീഷയിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരുന്ന സന്ദർഭത്തിലാണ് അമ്മ മരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സഹോദരം. അപ്പൊ അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളായിരുന്നു എന്റെ ചെറുപ്രായത്തിലുള്ളതായ കാലഘട്ടങ്ങള്.
അപ്പോ ഇതെല്ലാം വിഷമത്തിന്റെയും വേദനയുടെ കാലഘട്ടമാണെങ്കിൽ ഒരു സന്തോഷമാണ്. ഇതുപോലെ ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ് ചെറുപ്രായത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-15 അപകടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. മരണ സംബന്ധമായ മരണത്തോളം വക്കോളം എത്തുന്ന അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പ്രായത്തിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കുസൃതിയും ഉണ്ടല്ലോ, കുസൃതിയും ഈ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ 6 തവണ ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. 6 തവണ ജയിലിൽ പോകാൻ ഇടയായിട്ടുണ്ട്. വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ജയിലിൽ പോകാനുള്ളതായ ഇടയായി തീർന്നു അങ്ങനത്തെ ഉള്ളതായ കാലഘട്ടങ്ങൾ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ചെറുപ്രായത്തിലുള്ളതായ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ചെറുപ്രായത്തിൽ ഒരുപാട് കുസൃതിയും അങ്ങനത്തെ ഉള്ള കാലഘട്ടമാണ്. പക്ഷെ നല്ല ഒരു ഓർമ്മയുള്ള കാലം എന്ന് പറയുന്നത് എനിക്ക് ഒരു 8 വയസ്സുള്ള കാലഘട്ടത്തില് ഞങ്ങളുടെ ദേശത്ത് ഒരു സുവിശേഷകൻ വന്നിട്ട് കേരളത്തിൽ നിന്ന് വന്നിട്ട് തമിഴ് പഠിച്ച് ഒരു മലയാളി ആയിരിക്കുന്ന ഒരു ജെയിംസ് എന്ന് പറഞ്ഞതായ ഒരു പാസ്റ്റർ ഒരു സുവിശേഷം പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങൾ കൂട്ടായ്മയിൽ പോയതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ അന്ന് എൻ്റെ അപ്പനുണ്ട്, എൻ്റെ പിതാവുണ്ട്. പിതാവ് ഒക്കെ വന്നാൽ പിതാവ് നന്നായിട്ട് പാടും, നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ പാട്ടും പാടും നന്നായിട്ട് വായിക്കും. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ കൂടിയാണ്, അധ്യാപനം ഒരു എസ്റ്റേറ്റ് മാനേജർ കൂടി ആയിരുന്നത് കൊണ്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും പറ്റത്തില്ല, അതനുസരിച്ച് ജീവിക്കാനും പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞങ്ങള് ഈ CSI ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലും ലോകപ്രകാരമായിട്ടാണ് എൺപത് സമ്മതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളാണ്. അപ്പൊ ഇതിനകത്തില്ല. ഇപ്പൊ ഞങ്ങൾ CS എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റവരുടെ സ്വന്തക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിരിക്കും, മറ്റുള്ള രീതിയിലേക്കാണ് അവർ ജീവിക്കുന്നത്. ഇപ്പൊ അവരുടെ വീട്ടിൽ ഒരു ഉത്സവം നടക്കുക, പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവം നടക്കുക, അല്ലെങ്കിൽ പൊങ്കാല വെക്കുക, അല്ലെങ്കിൽ ഒരു പരിപാടി കാത് കുത്തുക, ഇങ്ങനെ ഒരു പല പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലും. ഈ അതൊക്കെ പിന്നീടാ, ആദ്യം രക്തബന്ധമാണ്. അവിടെ ചെല്ലും, നമ്മൾ ചെന്നുന്ന വിഷയമാണ്. അപ്പൊ നമ്മളവിടെ ചെല്ലും. അവിടെ ചെയ്യേണ്ടതായ ചടങ്ങൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഈ പന്തലിന്റെ അടിയില് കൊണ്ടുവന്നിട്ട് തായ്മാമനാണെന്ന് പറഞ്ഞാൽ, തായ്മ എന്ന് പറഞ്ഞാൽ അമ്മാച്ചൻ, അമ്മയുടെ ആംഗളമാരെന്ന് പറഞ്ഞ് പേര് വിട്ട് ഒരു കുറിയടിച്ചു കഴിഞ്ഞാൽ അവനെ 21 തട്ട് മുന്തിരിയും ദ്രാക്ഷയും കൽക്കണ്ടും അവർക്ക് പെണ്ണിനെ ഇടാനുള്ള തുണിയും അങ്ങനെ സകല സമ്പത്തുമായിട്ട് 21 താമ്പളത്തിനകത്ത് പന്തലിനകത്ത് നിരത്തി വെക്കണം. അത് നിരത്തി വെച്ചില്ലെന്ന് പറഞ്ഞാൽ നാണക്കെട, മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ് നാണം കെടുക്കും. പിന്നെ ആ അമ്മാവന് ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഉള്ള ഒരു ചടങ്ങുകളൊക്കെയാണ് അവിടുത്തെ നാട്ടിലുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിലായിരുന്നു ഞങ്ങൾ പെട്ട് കിടന്നത്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ചെറുപ്രായമുള്ളതല്ലേ ഒരുപാട് വേദനകളും വെമ്പലമും സങ്കടമും കഷ്ടതയിൽ കൂടി കടന്നു വന്നു, അവിടം വരെ എത്തി. അതാണ് എൻ്റെ ചെറുപ്രായത്തിലുള്ളതായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്ന കാലയളവ് ആ വർഷം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ട് അവിടം വരെ എത്തിയത്. അപ്പൊ അങ്ങനെ ചെറുപ്രായം മുതൽ ഞാൻ അങ്ങനെ വന്ന് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എറണാകുളത്തേക്ക് വരിക. എറണാകുളം വന്നിട്ട് എറണാകുളം അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫൈലിങ്ങിന്റെ ജോലി കാര്യങ്ങളൊക്കെ ആയി. ആ സമയത്താണ് ഞാൻ റഷ്യയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പൊ റഷ്യയിലേക്ക് അനുഭവം കഴിഞ്ഞാല് ഈ കിട്ടുന്ന പൈസ മുഴുവനും കള്ളുഷാപ്പിലും കൂട്ടുകാർക്കും അടിച്ചുപൊളിച്ച് നടക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാല് ബാക്കി ഒന്നിന് നമ്മൾക്ക് 10 രൂപ മാറ്റി വെക്കാനുള്ള വകയില്ല. പിന്നെ ആരെങ്കിലും കടം മേടിക്കും, പിന്നെ അത് കടം അടയ്ക്കും, വീണ്ടും കടം എടുക്കും, പിന്നെ പോയിട്ട് എടുക്കും. അപ്പൊ അന്നത്തെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ദീപാവലി വന്നു, അല്ലെങ്കിൽ ഓണം വന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് വന്നു. അപ്പൊ ക്രിസ്മസിന് എത്ര കുപ്പി പൊട്ടിച്ചു, അതാണ് കണക്ക്. അപ്പൊ ക്രിസ്മസിന് 15 കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ റായാവാം. അപ്പൊ നീ എത്ര പൊട്ടിച്ചടാ? അപ്പൊ കൂട്ടുകാരുടെ അടുത്ത് മറ്റാൾക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ 5 കുപ്പിയാ പൊട്ടിച്ച്, 5 കുപ്പി ഞങ്ങൾ മേടിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ 5 കുപ്പിയാ കൊള്ളാം, ഞങ്ങൾക്ക് 12 കുപ്പി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ റായാവാം. മത്സരമാണ്. അപ്പൊ പൈസ ഇല്ലെന്ന് പറഞ്ഞാലും പലിശയ്ക്ക് മേടിക്കും. പലിശയ്ക്ക് ഈ അണ്ണന്മാർ കൊണ്ടുവന്നിട്ട് പലിശ കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ. അപ്പൊ അവരുടെ അടുത്ത് പലിശയ്ക്ക് മേടിക്കും. പലിശയ്ക്ക് മേടിച്ച് 5000 രൂപ 10000 രൂപ പലിശയ്ക്ക് മേടിച്ച് ഒരു ബോക്സ് ചിക്കൻ എടുക്കണം. 12 കുപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബോക്സാണ് എടുക്കുന്നത്. ചിലപ്പോൾ ബീരായിരിക്കും, കുപ്പിയായിരിക്കും, ആണ് എടുത്ത്. അപ്പൊ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, കൂടെ പണിയെടുക്കുന്ന പരിചയമുള്ള എല്ലാവരും വിളിച്ചിട്ട് അവിടെ ഇരിക്കാൻ നമ്മൾ സ്ഥലം ഉണ്ടാവില്ല. വീട്ടിലെ ഇറച്ചി മീനൊക്കെ മേടിച്ച് വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കി അവരുടെ കൂടെ ഒന്ന് വെള്ളം അടിച്ച് ആഘോഷിക്കാണ് ആ പറയുന്ന പെരുന്നാള്. ദീപാവലി ആണെങ്കിൽ, ക്രിസ്മസ് ആണെങ്കിൽ, ന്യൂ ഇയർ ആണെങ്കിൽ, എന്ത് പരിപാടിയാണെങ്കിലും ആഘോഷിക്കാണ്. പൈസ എല്ലാം നമ്മുടെയാ പോണേ. പക്ഷെ ഈ പൈസ എല്ലാം കൂടെ അടിച്ചു പൊളിച്ച് തീർന്നിട്ട് ഇത് കടം പെട്ടണമെങ്കിൽ എത്ര ദിവസം പണിയെടുക്കണം എന്നുള്ളത് പിന്നത്തെ കാര്യം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ വാത്രത്തിൽ താമസിക്കുന്നു. അപ്പൊ വീട്ടിൽ ആകപ്പാടെ പ്രശ്നം, ആകപ്പാടെ വഴക്ക്, ഒന്ന് പറഞ്ഞ് രണ്ടിനെ. അപ്പൊ ഞാൻ ഒരുപാട് എന്റെ ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആളായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് ദുർശീലങ്ങളുണ്ടല്ലോ, ആൺസ്, തമ്പാക്ക്, സിഗരറ്റ് വലി, പുകവലി, ഇങ്ങനെയുള്ള കാര്യം ഒരുപാട് ദുർശീലങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ രാത്രി 12 മണി ആയാലും 8 മണി ആയാലും എന്റെ ഭാര്യ അടുത്ത് പറയും, പോയി സിഗരറ്റ് മേടിച്ചോണ്ട് കടയിൽ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് വരാൻ വേണ്ടി പറയും. അപ്പൊ അത് പറയുന്ന സമയത്ത് അവര് പോയി മേടിച്ച് വന്നില്ലെന്ന് പറഞ്ഞാല് ഞാൻ അടിക്കും, ഉപദ്രവിക്കും. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടോ രാത്രി 12 മണി പറഞ്ഞാലും കട മുട്ടി അവര് കടക്കാരെ വിളിച്ചോണ്ട് നടത്തി സിഗരറ്റ് മേടിച്ചോണ്ട് തരും എനിക്ക്. അങ്ങനത്തെ ഉള്ള ഒരു ദുർശീലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടായിരിക്കും എന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോ മദ്യപിച്ചിട്ട് വരുന്ന സന്ദർഭത്തില് എനിക്ക് ഇഷ്ടപ്പെട്ട കറി വെച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ ഞാൻ പറയും, ഈ എന്തിനാ ഈ കറി വെച്ച് ഞാൻ ഇതല്ലല്ലോ പറഞ്ഞ് ഈ കറി വെക്കാനായിട്ട്, ഞാൻ വേറെ കറിയില വെക്കാൻ വേണ്ടി പറഞ്ഞ് എന്ന് പറഞ്ഞ് അന്ന് ഇടിക്കും. അന്ന് അടിയാ, ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് അടി കിട്ടും. അപ്പൊ ഈ കരി എന്തിനാ വച്ചെന്ന് ചോദിക്കും. അപ്പൊ അത് പേടിച്ചിട്ട് പിറ്റേ ദിവസം കരി വെക്കാതെ ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ടുള്ള ഒരു കാര്യം കാത്തിരിക്കും. അപ്പൊ അന്ന ദിവസം ഞാൻ പറഞ്ഞ് വേറെ ചോറുതാന്ന് പറഞ്ഞാൽ കറി വെച്ചിട്ടില്ല, എന്നാ നിങ്ങളെ പറഞ്ഞ് ഇന്നലെ പറഞ്ഞ് കരി വെച്ച് വെക്കണ്ട, ഞാൻ വരുമ്പോൾ മേടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് വെക്കാതെ വെക്കണേ. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കരി വെക്കാതെ രാവിലെ മുതൽ ഇവിടെ എന്നടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കരി വെച്ചെന്ന് പറഞ്ഞാൽ അതിന് ഇടിയ. എറണാകുളത്ത് അമ്മ വന്ന് സോദരമാളിൽ വയലിങ്ങിന്റെ പണിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ കാലയളവില് അമ്മേൻ സോദരം പൈസ ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിതം തകർന്ന് അങ്ങനെ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് കുടുംബം മുഴുവനും ഒരിഞ്ഞിരുന്നത്. അപ്പൊ ഇനി എങ്ങനെ ജീവിക്കും, എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിനകത്ത് കയറി വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ പോയിട്ട് വേണമെങ്കിൽ മരുന്ന് മേടിച്ചുകൊണ്ട് വരാം, നമുക്ക് എല്ലാവരും കൂടെ വിഷം ഒടിച്ച് ചാകാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ കടയ്ക്ക് പോയിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ആ ദേശത്ത് ഒരു കൂട്ടം സുശേഷകർ കടന്നു വരാനായിട്ട് ഇടയായി. അപ്പോ പ്രഗത്ഭന്മാരായിരിക്കുന്ന അഡ്വക്കേറ്റ്, വലിയ സാരന്മാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ് ആ സമയത്ത് അവിടെ കടന്നു വന്നത്. നമ്മുടെ പെരുമ്പാവൂരുള്ളതായിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, അത് ഞങ്ങളുടെ പാർഷന്റെ അമ്മാച്ചനാണ്. അപ്പോ അമ്മാമ്മയുടെ പപ്പയാണ്. അപ്പൊ അങ്ങനെ അവരൊക്കെ വന്നു. അപ്പൊ ഇസ്ലാം സഹോദരന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത്, ഞാൻ പോകുന്ന സമയത്താണ് ഒരാള് എന്നെ വിളിച്ചു, സഹോദര അവിടെ നിൽക്ക്, ബ്രദറെ ഒരു കാര്യം സംസാരിക്കണം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ സുശേഷകര് കടന്നു വന്നിട്ട് എന്റെ അടുത്ത് സ്നേഹിക്കുക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങൾ പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം, നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാല് നെഞ്ചത്ത് ഒരു കുരിശ് വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പിന്നെ കയ്യിലും ഒരു കുരിശൊക്കെ വരച്ചു വെച്ചേക്കുവാണ്. അപ്പൊ എന്നൊക്കെ യേശുവിനെ സ്നേഹിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവർ പറഞ്ഞത് ബ്രദറടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിനകത്ത് സംസാരിക്കാന്ന് പറഞ്ഞു. എന്റെ വീട്ടിനകത്ത് അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇരുത്തുകയും അവർ ഒരുപാട് ബൈബിൾ സംബന്ധമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനടുത്ത് സംസാരിക്കാനിടയായി. അപ്പൊ രക്ഷയെക്കുറിച്ചും രക്ഷാമാർഗത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നടുത്ത് പങ്കുവെക്കാൻ ഇടയായി. ഞാൻ ഓൾറെഡി CSA ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചർച്ചിലൊക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ വർഷത്തിലെ ഒരിക്കലാണ്. ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനത്തെ ഉള്ള ദിവസങ്ങൾക്ക് മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ, ചർച്ചിൽ പോകാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ചർച്ചിൽ പോകാറില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളതായിരിക്കുന്ന ഉത്സവങ്ങള്, അമ്പലങ്ങള്, അമ്പല വഴിപാടുകള്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിന്റെ പുറകെ താല്പര്യം കാണിച്ച് പോകുന്ന വ്യക്തി കൂടി ആയിരുന്നു ആ കാലയളവില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയ്ക്കാണെങ്കിൽ പോലും ഞാൻ 5 തവണ അവിടെ പോയിട്ടുണ്ട്. ശബരിമലയ്ക്ക് മാലയിട്ട് അവർ പറഞ്ഞ ആചാരങ്ങളൊക്കെ വ്രതമൊക്കെ പിടിച്ച് 5 തവണ ഞാൻ പോയിട്ടുണ്ട്. പിന്നീടാണെങ്കിൽ പളനിക്ക് പോയിട്ട് നേർച്ച നേർന്നിട്ട് പോയി മുട്ടയടിച്ച് വന്നിട്ടുണ്ട്. വേളാങ്കണ്ണിയിലേക്ക് നേർച്ച നേർന്ന് വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുമാതിരിപ്പെട്ട പുണ്യ സ്ഥലങ്ങളൊക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആൾക്കാർ വന്നിങ്ങനെ പറയുന്നത്. അപ്പൊ പറയുന്ന സമയത്ത് ഞാനത് കേട്ട്, അപ്പൊ ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാനുണ്ടായി. അപ്പൊ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചത്, ഈ തമിഴ്നാട് സംബന്ധിച്ചോളം ഈ പെന്തക്കോസ്തുകാർ പറയുന്നത് എന്ന് പറഞ്ഞാല്, നിങ്ങളൊക്കെ പെന്തക്കോസ്തുകാരല്ലയോ, പറയുന്നത് പൂ ചൂടാൻ പാടില്ല, പെണ്ണുങ്ങൾ പൊട്ടുകൂത്താൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, ഇതൊക്കെ പറയുന്നത് അതൊക്കെ വിധവമാരാണ്, ഭർത്താവ് മരിച്ചവരാണ് അങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ രാവിലെ എണീറ്റ് കണികൾ കാണത്തില്ല, അങ്ങനെ അവിടുത്തെ ഉള്ള ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ നടക്കാനല്ലേ പറയുന്നത്, ദൈവം അല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ എങ്ങനെ പറയണ എന്ന് അവരോട് വാദിക്കാനിടയായി.
അപ്പൊ അവര് പറഞ്ഞത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു തന്നത്, അവരുടെ സഹോദര, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനയുടെ നെറ്റിക്ക് ആന എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. എന്താ, ആനയെ കാണുമ്പോ തന്നെ അറിയാം ആന എന്ന്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ദൈവമക്കൾ എന്ന് പറഞ്ഞാല് ദൈവമക്കളെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ദൈവമക്കളാണ്, ദൈവത്തിന്റെ പൈതലാണ്, ഇത് ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നെറ്റിയോ മുഖത്തേക്കോ ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ ദേശസ് നമ്മളിലേക്ക് ഉണ്ടാവണം സഹോദര എന്ന് അവർ എൻ്റെ അടുത്ത് പറയാനിടയായി. അപ്പൊ അവര് എങ്ങനെയാ പറഞ്ഞത്, അതിനകത്ത് ഉള്ളതായ ബൈബിൾ വചനങ്ങളൊക്കെ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മൾ ക്രിസ്ത്യാനിറ്റി ജനിച്ചു വളർന്നത് മാത്രമേ ഉള്ളൂ, ബൈബിളിനെ കുറിച്ചൊന്നും തന്നെ എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ബൈബിളിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ ഉടക്കായിട്ട് എങ്ങനെയെങ്കിലും ഉടക്കിട്ട് ഇവിടെ വിടണമെന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ ഉടക്ക് ചോദ്യങ്ങൾ ചോദിച്ചത്. എല്ലാത്തിനും മറുപടിയായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ എനിക്ക് വചനങ്ങൾ അവർ എടുത്ത് പറയുകയും അതിന് മറുപടി തരികയും ചെയ്തപ്പോൾ എനിക്ക് വേറെ ഒരു മാർഗമില്ലാതെ ആ വചനത്തിന് മുൻപായിട്ട് മുട്ടുകുത്താൻ ഇടയായി. പിന്നെ എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് ന്യായീകരിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല. അവരുടെ വചനത്തിന് അവർ പറഞ്ഞു വന്ന വാക്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം ശരിയാണെന്നും ഞാൻ പറഞ്ഞതാണ് മുടന്തനായും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ആണ് മുട്ടുകുത്താൻ ഇടയായി. അപ്പൊ അവര് എല്ലാവരും പറഞ്ഞത്, സഹോദര നീ ഇന്നു മുതല് നമ്മളെല്ലാം ഓരോ അപ്പന്റെ മക്കളാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ കട്ടിപിടിച്ച് ആ വക്കീലെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ആ സാറ് അപ്പച്ചനെ ഇങ്ങനെ കട്ടിപിടിച്ച് ചുമ്മണം തന്നു. അപ്പൊ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഞാൻ നമ്മൾ കിടക്കുന്ന തമിളനായിട്ട് ഇവിടെ വന്നിട്ട് കൂലിപ്പണിയിടയ്ക്ക് ചെയ്ത് കിടക്കുന്ന എന്നെ അത്രയും വലിയ സാറായിരിക്കുന്ന വ്യക്തി വന്നിട്ട് നമ്മളെ കട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം അത്. അങ്ങനെ അതൊരു എനിക്ക് ഒരിക്കലും എനിക്ക് യൂഹിക്കാനോ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ്. പലരും നമ്മളെ തെറി പറഞ്ഞ് ഓടിച്ചിട്ടല്ലാതെ, വഴക്ക് പറഞ്ഞിട്ടല്ലാതെ, നമ്മളെ തല്ലിയിട്ടല്ലാതെ, നമ്മളെ ചീത്ത വിളിച്ചിട്ടല്ലാതെ ഇങ്ങനെ ഒരു സംഭവം കൈപോലും നമ്മളെ മര്യാദയ്ക്ക് കൈപോലും കൊടുക്കാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കട്ടിപിടിച്ച് ചുമ്മണം കൊടുക്കാനായിട്ട് ഇത്രയും വലിയ സ്നേഹം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുക, ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ, ഇങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്നേഹമല്ല സഹോദര, ഇത് കൽവാരി കുളത്തിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഉണ്ടായതായ സ്നേഹമാണ്. ആ കാൽവരി സ്നേഹമാണ് ഞങ്ങളിലേക്ക് കർത്താവ് പകർന്നു തന്നത്. ആ സ്നേഹമാണ് സഹകരണോടെ ഞങ്ങൾ പകരുന്നത് എന്ന് ആ അപ്പച്ചനും പറയാൻ ഇടയായി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇവർ പറഞ്ഞ ബൈബിൾ വചനങ്ങളൊക്കെ എനിക്ക് അത്രയും ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവർക്ക് പ്രവർത്തിച്ചതായിരിക്കുന്ന ക്രിയ, ആ പ്രവർത്തനങ്ങൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷവും മനസ്സിന് ഒരുപാട് ആശ്വാസം പകരാനായിട്ട് ഇടയായി. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് ഈ ലോകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റുമെങ്കിൽ അപ്പൊ ആ ദൈവത്തെ കുറച്ചുകൂടി എനിക്ക് രുചിക്കണം, ആ ദൈവത്തെ എനിക്ക് കൂടുതൽ കണ്ടുമുട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം എനിക്ക് വന്നു. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ രജാവാചകങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റു പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പ്രാർത്ഥിച്ച് കടന്നുപോയി. എന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഉള്ളതായിരിക്കുന്ന ദുർശീലങ്ങള് സ്വഭാവങ്ങളൊന്നും എനിക്ക് കളയാനോ മാറ്റാനോ മറക്കാനോ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ കൂട്ടുകാർ വരുമ്പോ തന്നെ അവർ വന്ന് വാട വിളിച്ചപ്പോ സന്ധ്യയായി കഴിഞ്ഞാൽ പാറി പോകണം. അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ മിക്കവാറും ദിവസങ്ങളൊക്കെ വെള്ളമടിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളതായിരിക്കുന്ന ദുർശീലങ്ങൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് മറക്കാൻ പറ്റാതെ വന്നപ്പോൾ അപ്പൊ എല്ലാ ദിവസങ്ങളും ഇങ്ങനെയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വേണം, ഭക്ഷണം കഴിച്ചാൽ ഒരു സിഗരറ്റ് വേണം, പിന്നെ എന്താണ് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരു സിഗരറ്റ് വേണം. ഇപ്പൊ ഇങ്ങനത്തെ ധരിക്കുന്ന ദുർശീലമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ റഷ്യയുടെ മാർഗം ഏറ്റു പറഞ്ഞതുകൊണ്ട് ഞാനത് മറന്നു കഴിഞ്ഞിട്ട് ഞാനത് വിഷയം വിട്ടു കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് ഞാൻ മറന്നു. ഞാനിപ്പോ ഏറ്റു പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു, അവർ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് അത് ഞാൻ വലുതായിട്ട് കണക്കാക്കിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ജീവിക്കായിരുന്നു. അപ്പൊ ഒരു ദിവസം നോക്കിയപ്പോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് അന്തരാത്മാവിനകത്ത് ഭയങ്കരമായിട്ട് ദുഃഖവും വിഷമവും വേദനയും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സ്വയമായിട്ട് ഇങ്ങനെ തന്നെ പറയുക, ദൈവമേ ഞാൻ നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല. രാത്രി എടുത്ത തീരുമാനം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാൻ മറക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ദുർശീലങ്ങൾ ഒരുപാട് ഉണ്ട്. എനിക്ക് 10 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല, സ്വരൂപിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളതായ ഒരുപാട് സങ്കടങ്ങൾ, സമാധാനമില്ല, കുടുംബത്തിനകത്ത് അളവുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ പോയി എന്ന് പറഞ്ഞാലും പിന്നീട് ആമേൻ സ്വത്രം അത് എനിക്ക് പെട്ടെന്ന് മറക്കാനായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റാതെ വന്നു. പിന്നീട് ആ കൂട്ടുകാരൊക്കെ വന്നിട്ട് മദ്യപിക്കാനും മറ്റുള്ളതായ രീതിയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും നിർബന്ധിക്കുകയും ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്താലും അപ്പൊ ഒളിഞ്ഞും പാത്തും ഒക്കെ
ഇത് മറ്റ് ഈ വന്ന സഹോദരന്മാരുണ്ടായിരുന്നു, അവരുടെ കണ്ണിൽ പെടാതെയൊക്കെ പോയിട്ട് രഹസ്യമായിട്ടൊക്കെ പോയിട്ട് ആ മറ്റേ വീണ്ടും ആ തരത്തിലുള്ളതായിരിക്കുന്ന ആ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പുകവലിക്കുക അങ്ങനത്തെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ പൊട്ടി കരഞ്ഞു. എന്റെ അന്തരാത്മാവിലേക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അപ്പൊ സംഭവം എന്താണ് പിടുത്തം കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ദിവസത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ ദുർശീലങ്ങളൊന്നും മാറുന്നില്ല. അങ്ങനെ മാറുവാണെങ്കിൽ ഞാൻ മരണം വരെ ദൈവം പറയുന്ന വരെ ഞാൻ കേട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം ഞാൻ ആരും പറഞ്ഞു തരാതെ സ്വയമായിട്ട് തീരുമാനം എടുത്ത് ദൈവസേനയിലേക്ക് പറയാനിടയായി. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും അവിടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പ്രാർത്ഥന നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും വേഗത്തിൽ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി പാഷിന്റെ അടുത്താണ് എന്നെ നിർത്തിയേക്കണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചാടി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പം പിന്നീട് പ്രാർത്ഥന തീരാൻ വേണ്ടി കാത്തിരുന്നപ്പോഴേക്ക് അവസാനം പ്രാർത്ഥന തീർന്നു. 8-8:30 മണി 9 മണിയാകുമ്പോൾ പ്രാർത്ഥന രാത്രി. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഉടൻ തന്നെ ഞാൻ ഭാര്യ അടുത്ത് പറഞ്ഞു, ഈ ഒരു കാര്യം പോയിട്ട് കടയിൽ വിട്ടിട്ട് സിഗരറ്റൊക്കെ മേടിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറഞ്ഞ വാക്കാണ്, ഞാൻ പോയി മേടിക്കില്ല, കാരണം ഞാൻ ദൈവത്തിന്റെ മകളാണ്, അതുകൊണ്ട് ഞാൻ പോയി ഈ പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല എന്ന് പറയും. അപ്പൊ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന വ്യക്തി, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആള് ഈ തരത്തിലുള്ളതായ കാര്യങ്ങൾ എന്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചിട്ടില്ല. അപ്പൊ അന്ന് എതിർത്ത് സംസാരിച്ചു. അപ്പൊ എനിക്ക് തന്നെ ഇത് പേടിയായി. ആ വാക്ക് കേട്ടപ്പോ എനിക്ക് തന്നെ പേടിയായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിച്ചല്ലോ, ദൈവത്തിന്റെ പൈതൽ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നീ പോകത്തില്ലെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ആ സിഗരറ്റ് മേടിച്ചുകൊണ്ട് അവർ പോകയൊക്കെ എടുത്തതായിട്ട് അവിടെ നിന്ന് മാറി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. ജീവിതത്തിനകത്ത് ആ പുക വലിച്ച സമയത്ത് ഉള്ളതായിരിക്കുന്ന ചുമ, ഉണ്ടായ വിഷമം, വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് അങ്ങ് അറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ, കണ്ണെല്ലാം കൂടെ പുറത്തേക്ക് തള്ളുന്ന പോലെ, കുടലെല്ലാം കൂടെ വായിക്കാത്തോടെ വരുന്നത് പോലെ ഉള്ളതായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് സംഭവിച്ചു. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കുകയാണ്, എന്റെ പണം കൊടുത്ത് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചു, എന്റെ പൈസ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തിനാ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം എന്ന് ഞാൻ സ്വയമായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ ഉള്ള സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മേടിക്കേണ്ട സാധനമെല്ലാം ഓടിച്ചു കളഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത്. അത് അന്നത്തെ ദിവസം അന്ന് രാത്രിയിലെ ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് വീട്ടിൽ പോയി കിടക്കുന്ന സമയമാകുമ്പോൾ ഇവർ കൊടുത്ത എനിക്ക് സുശേഷകർ വന്ന് കൊടുത്തതായിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു ബൈബിൾ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്ത് ഞാനിങ്ങനെ വായിച്ചു. അപ്പൊ അങ്ങനെ വായിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കുന്ന പറ്റില്ല, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തുറന്നപ്പോഴേക്കും ഒരു വചനം വന്ന് അത് വായിച്ചു, അങ്ങനെ വിട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ദൈവസന്നിധിയിലെ ഞാൻ എടുത്തതായിരിക്കുന്ന തീരുമാനം, ഒരു ഉടമ്പടി. ദൈവം ഞാൻ ഇനി ആരും പറഞ്ഞു തന്നില്ല, ഞാൻ മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് ഉടമ്പടി ചെയ്തത്. എനിക്കുള്ളതായ ദുർശീലങ്ങളൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ കുറിച്ച് ചിന്ത വരാൻ പാടില്ല, ഇതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിചാരങ്ങൾ ഉണ്ടാകരുത്, ഈ കണ്ണ് എനിക്ക് അരുവറുപ്പ് തോന്നണം, ഇതിന് ഒരിക്കലും തുടരുത് എന്നെല്ലാം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലേക്ക് അപ്പൊ പെട്ടെന്ന് ഓർമ്മയായിട്ട് വരാനിടയായി. അങ്ങനെ ഓർമ്മയായിട്ട് വന്നതിന് ശേഷം അപ്പൊ ഞാൻ മനസ്സിലൊരു പൊട്ടി കരഞ്ഞു, ദൈവത്തിനെ സമർപ്പിച്ചു. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉള്ള രീതിയിൽ പൗൽ പറയുന്നത് മാതിരി ക്രിസ്തുവിലായ അവിടെ പുതിയ സൃഷ്ടി. അപ്പൊ പുതിയ സൃഷ്ടിയാണുള്ളതായ മാറ്റങ്ങൾ, ഗുണലക്ഷണങ്ങളെല്ലാം എന്നിൽ കൂടി പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അപ്പൊ അങ്ങനെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട്, പഴയ സ്വഭാവങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെ ജോലിക്ക് പോകാനും ജോലി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കൂട്ടായ്മയിലും ഒരു കൂട്ടായ്മകളും മുടങ്ങാതെ ഉപവാസ പ്രാർത്ഥന, സൺഡേ കൂട്ടായ്മ, മറ്റുള്ളതായിരിക്കുന്ന ഇടക്കൂട്ടായ്മ, പ്രവർത്തനങ്ങള്, കാത്തോങ്ങള്, അങ്ങനെ അനവധി വിഷയങ്ങൾ, എന്ത് പ്രാർത്ഥന നടന്നാലും ഒരു പ്രാർത്ഥന മുടങ്ങാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് എല്ലാ സ്ഥലത്തും പ്രാർത്ഥനയിൽ പോകാനായിട്ട് ദൈവമായ കർത്താവ് എളിയവനക്ക് കൃപ തന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളില് ഈ തമിഴിലെ ഒരു പാട്ടുണ്ട്, ഫാദർ പെർക്മാൻസിന്റെ പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ് പാടുന്നത്. പാട്ട് ഇലങ്കയിലെ യുദ്ധങ്ങൾ ഓയണം, എല്ലാവരും മാനസാന്തരപ്പെടണം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പാട്ടാണ്. കണ്ണീരെ പിടിച്ചിന് കതറുകണ്ട് കർത്താവ് എന്ന് പറഞ്ഞുള്ള പോലെ ഒരു പാട്ടാണ്. ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ വല്ലാതെ ഒരു വിഷമവും വേദനയും സങ്കടങ്ങളൊക്കെ വരും. ആ പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും.
വീണ്ടും വീണ്ടും ആ പാട്ട് കേൾക്കുക. പിന്നെ ഈ പെർഫോമൻസിന്റെ പാട്ട് പുസ്തകം മേടിച്ചിട്ട് അത് വായിച്ച് പഠിക്കുക. പിന്നെ അതും പാട്ട് പാടുക, സ്വയമായിട്ട് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ എപ്പോ നോക്കിയാലും ഈ പാട്ടാണ്. ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ ഈ പാട്ടാണ് കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന പാട്ട്. അപ്പോ അനേകർ മാനസാന്തരപ്പെടണമെന്നും അനേകർ ഇങ്ങനെ ഉണ്ടെന്ന്, അവരെല്ലാം ദൈവസനിലേക്ക് വരണമെന്നുള്ള രീതിയിലുള്ള പാട്ടുകളാണ് അതിനകത്ത് വരികളെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമവും വേദനയും ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ശരിയാണല്ലോ കർത്താവെ, ഇപ്പൊ ഞാന് ഇതുപോലെ ലോകമോഹങ്ങളിലേക്ക് നടന്ന വ്യക്തിയാണ്. ഞാൻ ഇപ്പൊ കർത്താവിനെ സ്വീകരിച്ച് ഞാൻ ഒരു നല്ല പൈതലായിട്ട് ദൈവത്തിന്റെ പൈതലായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതുപോലെ ലോകത്ത് എമ്പാടും എത്രമാത്രം ആൾക്കാരുണ്ട്. ഇതുകൂടാതെ കൊട്ടേഷൻ ടീമുണ്ട്, ഗുണ്ടായിസങ്ങളുമുണ്ട്, തീവ്രവാദങ്ങളുമുണ്ട്. ഇങ്ങനെ പലരും ഉണ്ടല്ലോ. ഇവരെല്ലാം രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവനും ഈ അനുമതിയില്ലാതെ, ലോകം മുഴുവനും ഭീകരമില്ലാതെ, ലോകം മുഴുവനും ഗുണ്ടായിസം ഇല്ലാതെ, ലോക തീവ്രവാദം ഇല്ലാതെ സന്തോഷമാണെങ്കിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനമാണല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട്, അപ്പൊ അങ്ങനെ പോയി അവരടുത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ. എന്റെ അടുത്ത് നാളോന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞത്. ഞാൻ ഒരു CSI ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും എനിക്ക് നാളോരോ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്, കർത്താവിനെ കുറിച്ച് വരച്ച് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഞാനും പോയി പറയണമെന്നുള്ളതായ ഒരു അകത്തേക്കുള്ളതായ ഒരു കത്തല് എനിക്ക് തുടങ്ങി. അപ്പൊ ഞാൻ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ ആ മനസ്സിൽ ദൈവസനിൽ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്നതായ കാലയളവില് ആമേൻ സ്തോത്രം, അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം സ്തോത്രം, പിന്നീട് എനിക്ക് ഒരുപാട് ആത്മഭാരം, വിഷമവും വേദനയും ആത്മഭാരവും ആണ് വരാനായിട്ട് ഇടയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നമുക്ക് ഒരു സ്ഥാനത്തിൽ എത്തണം. അപ്പൊ ഒരു പാർശ്വത്തിൽ ചോദിച്ചും പറഞ്ഞ് വചനം പഠിക്കുന്ന വചനം പഠിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകണം. അങ്ങനെ രീതിയാണെങ്കിൽ അപ്പൊ ഒരുപാട് സ്വപ്നങ്ങൾ കർത്താവ് തരിക, സ്വപ്നങ്ങള് ദർശനങ്ങള് ഇങ്ങനെ തരിക. അപ്പോ വടക്കിന്ത്യയെ കുറിച്ചും മറ്റുള്ളതായ ആൾക്കാരില്ലാതെ വേറെ ഭാഷക്കാര്, അവരുടെ ഇടയിലുള്ളതായ പ്രവർത്തനങ്ങള്, ഇങ്ങനെ അനവധി സ്വപ്നങ്ങള് ദർശനങ്ങൾ കർത്താവ് തരികയാണ്. ഞങ്ങളെല്ലാം കൂടെ കൂടി കറങ്ങോർത്ത് വെച്ച് പ്രാർത്ഥിച്ച് കറങ്ങി. അപ്പൊ ഒരേ സ്വപ്നം തന്നെ രണ്ടുപേർക്കും ഒരേ രാത്രിയിൽ കർത്താവ് തരാനിടയായി. അപ്പൊ രാത്രി സ്വപ്നം കണ്ട് രാവിലെ പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറഞ്ഞ്, രാത്രി ഒരു സ്വപ്നം കണ്ട്, സ്വപ്നത്തിന്റെ കാര്യം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി തുടങ്ങും. അതിന്റെ പറഞ്ഞ് അവസാനിക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറയാതെ അച്ഛനെ അങ്ങനെ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞത് അതേ സ്വപ്നം തന്നെ ഞാനും കണ്ടു. അപ്പൊ ഒരേ രാത്രിയിലെ ഒരേ സ്വപ്നം രണ്ടുപേർക്ക് ഒരുപോലെ കാണുകയും ദൈവകൃപയാൽ ആ സ്വപ്നം കണ്ട സ്ഥലത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും പോയി ഒഡീഷയിൽ പോയിട്ട് പ്രവർത്തിക്കണം. അവിടെ പോയി 15 ദിവസം നിന്ന് പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവ് ജീവിതത്തിലേക്ക് ഇടയാക്കി. അപ്പൊ അങ്ങനെ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചു, ജോലിയുടെ ബന്ധത്തിൽ തന്നെ ബൈബിൾ കോളേജ് പഠിച്ചു. അങ്ങനെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഉള്ളതായ അഭിഷേകദാസന്മാര് ആലുവയിലുള്ളതായിരിക്കുന്ന ബൈബിള് തിയോളജി പിന്നെ നമ്മുടെ ആലുവയിലുള്ളതായിരിക്കുന്ന സാരൺ ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവിടുത്തേതായിരിക്കുന്ന TP സാറ് അമ്മാമ്മയും വന്ന് കൈവപ്പ് വെച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ച് അയക്കാനായിട്ട് ഇടയായി. അപ്പൊ അന്ന് മുതല് കൃപയാൽ 17 വർഷമായിട്ട് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇതിനിടയ്ക്ക് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലുങ്കാന, വടക്കിന്ത്യ, UP, ലക്ന, ഝാൻസി, ഹരിദ്വാര് എന്ന് പറഞ്ഞതായിരിക്കുന്ന അനവധി ദേശത്ത്, വടക്കിന്ത്യ ദേശത്ത് പോയിട്ട് ബൈബിൾ കൊടുക്കണം. ബൈബിൾ എന്ന് പറഞ്ഞാല് 10 ലക്ഷത്തിന് കൂടുതലായിട്ടുള്ള ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 4000 ഗ്രാമങ്ങൾ സന്ദർശിപ്പാനും, 4000 ഗ്രാമങ്ങളിലെ പ്രസംഗിപ്പാനും, അനേക സ്ഥലങ്ങളിൽ സഭ സ്ഥാപിപ്പാനും ദൈവമായ കർത്താവ് ഇടയാക്കി. ഇനി ഞങ്ങൾ പ്രവർത്തിച്ചതായ സ്ഥലത്ത് അനവധി ഗ്രാമങ്ങള് അവിടെ ദൈവദാസന്മാര് ഇല്ല. അവിടെ ആരാധന നടത്താനായിട്ട് അവിടുത്തെ പാസ്റ്ററായിട്ട് നിയമിക്കാനായിട്ട് ചില ദൈവദാസന്മാരെ ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2023 തുടക്കത്തില് ഞങ്ങള് ഒരു 10 സ്റ്റേറ്റ്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, പിന്നെ ഡൽഹി വരെ, നേപ്പാൾ വരെ, ഡൽഹി വരെയൊക്കെ പോയി, കൽക്കട്ട ബംഗാളി ദേശം വരെ പോയി 10 സ്ഥലത്ത് പ്രവർത്തിപ്പാനായിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കി. വണ്ടിയിലാണ് പോയത്. അപ്പൊ അനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഈ പ്രശ്നങ്ങൾ, വടക്കിന്റെ ദേശത്ത് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് അടികൊണ്ട് ബീരാകരിയിൽ പോയിട്ട് നിന്ന് അടികൊണ്ട് 1 മാസം കിടപ്പായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ അടിച്ചിട്ട് പുറമൊക്കെ പൊട്ടി ചോര വന്നു. ബൈബിള് മേടിച്ച് കത്തിച്ചു. എന്നാലും ആ ദേശത്ത് തന്നെ വീണ്ടും ഞങ്ങൾ പോയി പ്രവർത്തിപ്പാനായിട്ട് ഇടയായി. എന്നിട്ട് ഞങ്ങൾ ആ ദേശത്തുള്ള ബീരാകരിയുള്ളതായ സ്ഥലത്ത് വലിയ പോളിറ്റേഷൻ ആയിരുന്നു. അവരെ സുവിശേഷ വിരോധികൾ പിടിച്ച് തല്ലി ചതച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് മരണപര്യന്തം ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ഞങ്ങൾ പോയിട്ട് പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു.
അപ്പൊ പോലീസ് സ്റ്റേഷൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പരസ്യവും നടത്തുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറയാനിടയായി. സിഒ എടുത്ത് അതായത് അവിടെ തന്നെ 2 ബോക്സ് ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇടയായി. അവിടെ ഒരു പരസ്യവും നടത്തി. അവരെല്ലാവർക്കും ബൈബിൾ കൊടുത്തു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പോലീസ് സ്റ്റേഷനകത്ത് തന്നെ 2 പെട്ടി ബൈബിൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അടി കൊണ്ടതല്ല വിഷയം, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവിടെ ഒരു പരസ്യവും നടത്തി. അപ്പൊ അതുപോലെ ബീരാകരിയിലും ലക്നയിലും ഹരിദ്വാറിലെയും ഒക്കെ ഇതുപോലത്തെ പല പ്രശ്നങ്ങൾ ആദിവാസി മറ്റേ RSS കാരുമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, ഒരുപാട് തള്ളുകൊണ്ടിട്ടുണ്ട്. എന്നാലും കൃപയാലെ സകലം സഹിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് കിട്ടിയതായ സമ്മാനം എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങാൻ ദൈവമായ കർത്താവ് എളിയവന് കൃപ തന്നു. വീട്ടിൽ 1 മാസത്തോളം കിടപ്പായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ വന്നു, അവർക്ക് അറ്റാക്ക് വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഹോസ്പിറ്റലിലായിരുന്നു. മരണക്കിടക്കിൽ കിടക്കുന്ന അവസ്ഥയില് ഞങ്ങള് തമിഴ്നാട് പ്രദേശത്ത് ഊട്ടി എന്ന് പറഞ്ഞ ദേശത്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തേക്ക് നെഞ്ചുവേദനയൊക്കെ വരും, ബുദ്ധിമുട്ട്, അറ്റാക്ക് വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പല രാത്രികളും ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ട്. കോയമ്പത്തൂർ അടുത്തുള്ളതായിരിക്കുന്ന ആണക്കെട്ടി സാർ മുരളീധരൻ സാറിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും, ഊട്ടിയിലുള്ള ആസ്പത്രി, കോയമ്പത്തൂരിലുള്ള ആസ്പത്രി, കാലിക്കറ്റിലുള്ള ആസ്പത്രി, ഇവിടെ എല്ലാം ഞങ്ങൾ കൊണ്ടുപോകാൻ ഇടയായി. ഇത് അനവധി പ്രശ്നങ്ങളും ബന്ധനങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് ഒരു മുടക്കം വരാതെ അതിന്റെ പ്രശ്നത്തിന്റെ മധ്യ എല്ലാം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് കൃപ നൽകിയിരുന്നു. ഇപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ മധ്യയും കർത്താവിന്റെ വേല ഞങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ദൈവം എല്ലാവരെയും സ്വതന്ത്രം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊറോണ വന്നതായ സമയങ്ങളില് അതുപോലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സഹോദരൻ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എൻ്റെ അനിയനെ ഭാര്യ വിവാഹം കഴിച്ചു വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് അനിയന്റെ ഭാര്യ കൊറോണ വന്ന് മരിച്ചു. ആ സമയത്ത് എൻ്റെ മകൾക്ക് ഒരു അപകടം വന്നിട്ട് അവള് ദിയ ഹോസ്പിറ്റലിലേക്ക് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, വെന്റിലേറ്ററിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ഛർദ്ദിച്ച് അറ്റാക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു. ഈ പ്രശ്നങ്ങള് ഇതിനിടയ്ക്ക് എനിക്ക് കൊറോണ വന്നു, ഞാൻ മട്ടാഞ്ചേരിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ കുടുംബത്തിനകത്ത് എല്ലാം കൂടെ ഇതെല്ലാം വന്ന് ഒരേ സമയത്ത് എൻ്റെ മരുമകൾ ആ സമയത്ത് പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കൊച്ച് പ്രസവിക്കാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കറഞ്ഞിട്ട് അവിടെ കിടക്കണം. മോണ് മരുമകളും ഹോസ്പിറ്റലില്. ഇപ്പൊ ഇങ്ങനെ പലരും പല സ്ഥലത്ത് ഇതെല്ലാം നടന്നത് ഒരേ നേരത്താ, ഒരേ സന്ദർഭത്തിലാ. അങ്ങനെയൊക്കെ നടന്ന് പ്രശ്നങ്ങള് പ്രതികൂലങ്ങള് ജീവിതത്തിനകത്ത് ചുഴലിക്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ ദൈവമേ, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർത്തിയാണെങ്കിൽ കർത്താവ് ഇന്ന് തന്നെ എടുക്കണം. അതല്ലെങ്കിൽ ആയുസ് തന്ന കർത്താവിന്റെ വേല, എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്തോളാം എന്ന് പറഞ്ഞ ദൈവസന്നിധി ഞാൻ അവിടെ സമർപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇടയായി. കർത്താവ് എനിക്ക് ജീവൻ തന്നു, എൻ്റെ ഭാര്യയ്ക്ക് ജീവൻ തന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ തന്നു, എൻ്റെ മകൾക്ക് ജീവൻ തന്നു, എൻ്റെ മരുമകൾക്ക് ജീവൻ തന്നു. ആ പൈതലിനെ നല്ല ആരോഗ്യത്തോടെ പ്രസവിപ്പാൻ ദൈവമായി ഇടയാക്കി. ആണ് കുടുംബമായിട്ട് ആ കൊറോണ സമയത്ത് ഒരു മരണക്കിടക്കയിൽ നിന്ന് മരണത്തെ മുഖമുഖമായി കണ്ട് ഒരു പുനർജന്മം പ്രാപിച്ചതായിരിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇത്തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വന്നെങ്കിലും പല സ്ഥലത്തും പലവിധമായ മിറക്കൽ, പലവിധമായ അത്ഭുതങ്ങൾ, പലവിധമായിരിക്കുന്ന അടയാളങ്ങളോടെ കർത്താവിന്റെ മഹത്വത്തെ പ്രകടിപ്പിപ്പാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ സാക്ഷീകരിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഞങ്ങൾ ഊട്ടിയിലെ ജോലിന് വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ 3 പ്രാന്തമാരെ ദൈവമായ കർത്താവ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് സൗഖ്യമാക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. 2 ബന്ധനങ്ങളെ അഴിപ്പാനായിട്ട്, ബന്ധനം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറയില്ല, ഭയങ്കരമായ ബന്ധനങ്ങളാണ്. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 47 ഭൂതം ബാധിച്ചിരുന്നതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ ഉള്ളതായ. അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് പേര് പറഞ്ഞാ പോണേ. ഒരു സ്റ്റൈലായിട്ട് പേരും പറഞ്ഞ് അവരുടെ സ്റ്റൈൽ ഏത് രീതിയിലാണ് കയറി പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ അഡ്രസ് ഗ്രൂപ്പോടുകൂടി പറഞ്ഞിട്ടാണ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പൊ അങ്ങനെ കർത്താവ് സൗഖ്യമാക്കി അവരെ ഇന്ന് സുഖമായിട്ട് കോയമ്പത്തൂർ ദേശത്ത് അവർ ജീവിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കളായിരുന്നു അവര്. അപ്പൊ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് അടിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതെല്ലാം ദൈവം നാമ മഹത്വത്തിനായിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കൊറോണ വന്ന് മരിച്ച് പോയിരുന്നെങ്കിൽ, അതിനു മുമ്പൊക്കെ രാമേശ്വരം പാളത്തിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ അത് മരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഈ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാനായിരിക്കും എന്നെ കർത്താവ് ജീവനോടെ നിലനിർത്തിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എറണാകുളം ദേശത്ത്
ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, എനിക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ എന്നെ ഈ കേരള പട്ടണത്തിൽ കൊണ്ട് ഇട്ടിരിക്കുന്ന കാര്യം എന്നാ? കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ സമ്പന്നന്മാരാ, വിദ്യാഭ്യാസം ഉള്ളവരല്ല, വിദ്യാസമ്പന്നന്മാരാ, ഇവിടെ പ്രഭുക്കന്മാരാണ്, ജ്ഞാനികളാണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഈ കേരളത്തിലെ ഉള്ളവര്. അവരുടെ ഇടയിൽ ഞാൻ പോയിട്ട് എന്നാ സുവിശേഷം പറയാനാ എന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ മാതിരി ആദിവാസികളുടെ ഇടയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് എന്നെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാം കർത്താവെ എന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞത്, എന്റെ വാക്ക് കേട്ട് നീ അടങ്ങിയിരിക്കുക, ഇവിടെ പറയുന്ന സ്ഥലത്ത് അടങ്ങിയിരിക്കുക എന്ന കർത്താവ് എന്റെ അടുത്ത് പലപ്പോഴും കർത്താവ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ പല സ്ഥലത്തും പല അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പലവിധമായ കാര്യങ്ങൾ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുരടിച്ച് കിടക്കുന്ന സഭകള്, മുരടിച്ച് കിടന്ന കുടുംബങ്ങള്, അനേക കൗമാര പ്രായക്കാര്, യവന പ്രായക്കാര്, അവരുടെ കുടുംബത്തിനകത്തുള്ള ജീവിതം, അവരുടെ കുടുംബ ശൈലി, അവരെ അഡിക്റ്റായി കിടക്കുന്ന വിഷയത്തിന് മേല് ഇതെല്ലാം അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനോ, അവരുടെ പുറകെ നടന്ന് സുവിശേഷം പറയാനോ ഒക്കെ ദൈവമായ കർത്താവ് അടിയങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ഇതിനിടയ്ക്ക് വേറെ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യം പറയാം. അത് ഒന്നെന്ന് പറഞ്ഞാല് ഇതുപോലെ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് പൈസ ഇല്ലാതെ വരുന്നതായ ബുദ്ധിമുട്ട് അനുഭവങ്ങളുണ്ട്. അപ്പൊ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവങ്ങൾ വരുന്ന സമയത്ത് വണ്ടി കൊണ്ട് പൈസ ഇല്ല, എങ്ങനെ പോകും അവിടെ വരെ, പോയ തിരിച്ച് എങ്ങനെ വരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഏതെങ്കിലും പോയി അവിടെ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോയില്ലെന്ന് പറഞ്ഞാൽ അവന് നഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഞാൻ ഏത് പാതിരാതിക്ക് വിളിച്ചാൽ ഞാൻ ഓടും, എവിടെ വിളിച്ചാൽ ഞാൻ ഓടും, ഏത് കുക്കറിനെ വിളിച്ചാൽ ഞാൻ പോകുന്ന ആളാണ്, സമർപ്പണമുള്ള വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബൈക്കിന് നോക്കിയപ്പോഴേക്ക് ബൈക്ക് ഇങ്ങനെ വെറുതെ എന്താ പറയാ, ഒരു ബൈക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു ചീര കുളഞ്ഞതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ബൈക്കിന്റെ ടാങ്കിന്റെ പുറത്ത് കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ച്, കർത്താവല്ലേ പറഞ്ഞത്, വിളിച്ചവർ വിശ്വസ്തനെന്ന് വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവം അല്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ ബൈക്ക് എടുത്ത് ഞാൻ പോയ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്തും അതിനകത്ത് വണ്ടിക്ക് പെട്രോൾ ഉണ്ട്. പിന്നെ അങ്ങനെ ആയിക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിന്റെ പറ്റ വരുന്ന സമയത്ത് വണ്ടി ഓഫാകാൻ പോകുന്ന സമയത്ത് ഒരാൾ വിളിക്കാണ്, പാഷയെ ഇവിടെ നിന്ന് നിൽക്കേ, പോലെ ഇവിടെ നിൽക്കേ. അത് എന്റെ സംഭവം. പാഷ എത്ര ദിവസം കൊണ്ട് ഞാൻ അന്വേഷണം നടക്കണേ, പാഷ കണ്ടുകിട്ടിട്ട് വേണ്ടേ എന്താ വിഷയമൊന്നുമില്ല, കള്ളാരി കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചില്ലേ, അത് കർത്താവ് നടത്തി. അപ്പൊ പാഷിനെ ഒരു കൈമടക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കായിട്ട് കൈമടക്ക് കൊടുക്കുക. അപ്പൊ നോക്കിയപ്പോഴേക്ക് വണ്ടി ഓഫായി, നോക്കിയപ്പോൾ പെട്രോൾ ഇല്ല, തൊട്ടാപ്പുറത്ത് പെട്രോൾ കറക്റ്റ് പെട്രോൾ അടിക്കാനായിട്ട്. ഇങ്ങനെ ഒരു അനുഭവങ്ങൾ കർത്താവ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കർത്താവ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കല് 2000 ചില്ലുവാണ്ടോ 1000 ചില്ലുവാണ്ടോ എന്ന് പറയും കറണ്ട് ബിള്ള്, ഭയങ്കരമായിട്ട് കറണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല, ആകപ്പെട്ട 2-3 ബൾബേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സങ്കടം, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ മീറ്റർ ബെഡിൽ പോയി കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ദൈവം കൊടുക്കുന്ന പൈസ അനാവശ്യമായിട്ട് ആരും കൊണ്ടുപോകുക ഇടയാകരുത്, ഇത് ന്യായമായ പൈസ ഉണ്ടാകുന്ന കർത്താവിന് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇരുന്നതിന് 650 രൂപ അതിനകത്ത് മൊത്തത്തിൽ കറണ്ട് ബിള്ള് 600 ചില്ലാണ്ട് രൂപ. ഈ റീഡിംഗ് എടുക്കുന്ന ആള് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചതിനകത്ത് കഴിഞ്ഞ തവണ ഇത്ര രൂപ ഉണ്ടാകുന്നത് ഈ തവണ വന്നപ്പോഴത്തേക്ക് ഇത്രയും കുറഞ്ഞത് എങ്ങനെയാ, അപ്പൊ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കർത്താവ് ചെയ്ത്. വേറെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഊട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അപ്പൊ വേറൊരു ഭാഷ കൂടെ ഉണ്ട്. അപ്പൊ പറഞ്ഞ്, സൗകര്യം നിങ്ങൾ ചായ ഇട്ടുക, എല്ലാവർക്കും ചായ കൊടുക്കുക എന്ന് പറഞ്ഞ, അപ്പൊ വിശ്വാസികളെ ചായ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒരു അമ്മച്ചി പറഞ്ഞ റേഷൻ കടയ്ക്ക് പോയിരിക്കാണ്, മണ്ണെണ്ണ കിട്ടിയാൽ മേടിച്ചോണ്ട് വരാൻ. അമ്മച്ചി അന്നത്തെ ദിവസം വന്നിട്ടില്ല. അപ്പൊ പുള്ളിക്കാരത്തെ ഇവിടെ പ്രാർത്ഥിക്കാൻ ചായ ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്റെ ഭാര്യ പോയിട്ട് ചായ ഇടാൻ പോയപ്പോൾ ചായ ഇടാനായിട്ട് പോയി സ്റ്റവ് നോക്കുമ്പോൾ അവിടെ മണ്ണെണ്ണ ഇല്ല അതിനകത്ത്. അപ്പൊ പുള്ളിക്കാരത്തി എന്ത് തോന്നിയത്തില്ല, ഞങ്ങൾ അറിയത്തില്ല. പുള്ളിക്കാരത്തി അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റൗവിനകത്ത് പമ്പ എയറടിക്കുന്ന സ്റ്റവാ, അതിനകത്ത് നോക്കിയപ്പോൾ മണ്ണെണ്ണ ഇല്ല. അതിനകത്ത് കറക്റ്റായിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് ആ സ്റ്റൗവിനകത്ത് ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് സ്റ്റൗവിനകത്ത് ഒഴിച്ചിട്ട് എയറടിച്ചു. എല്ലാവർക്കും ഒരു 10-20 പേർക്ക് കുടിക്കാനുള്ളതായി ചായ ഉണ്ടായിക്കൊണ്ടുവന്ന് ചായ കൊടുത്തു. സോദരാ, ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടുത്തെ പാർശ്വകളും ഞങ്ങൾ കൂടെ പാർശ്വകളും വിശ്വസിച്ചില്ല. നേരെയാണ് പറയുന്നത്, എങ്ങനെ കത്തിച്ച് അവിടെ മണ്ണെണ്ണ ഇല്ലായിരുന്നല്ലോ, സ്റ്റവ് കാലിയായിട്ടാണ് കിടന്നത്, എങ്ങനെ കത്തിച്ച്. പറഞ്ഞ്, കർത്താവ്, ഞാൻ വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, പച്ചവെള്ളത്തെ വീഞ്ഞാങ്ങിയ കർത്താവ് പച്ചവെള്ളത്തെ മുന്തിരത്തി രസമായി മാറ്റാൻ കഴിവുണ്ടെങ്കിൽ പച്ചവെള്ളത്തെ മണ്ണെണ്ണയായിട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ലയോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചു.
അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് അടുപ്പ് കത്തി ചായ ഇട്ടത്, ചായ നിങ്ങൾ കുടിക്കുന്ന ചായ അതിനകത്ത് ഉണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അപ്പൊ ഇതുപോലെ അനവധി കാര്യങ്ങൾ ജീവിതത്തിനകത്തെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊക്കെ എന്ന് പറഞ്ഞാല് മരണത്തിൽ നിന്ന് 8 തവണ മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാണ്. 8 തവണ പലപ്പോഴും പല മരണത്തിൽ നിന്നൊക്കെ ഞാൻ ഒരു മരണം പറഞ്ഞു. രാമേശ്വരത്തിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ചാകേണ്ടത് ആളായിരുന്നു. അപ്പൊ അവിടുന്ന് കർത്താവ് എന്നെ രക്ഷിച്ചു. പിന്നെ കൊറോണയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. അപ്പൊ ഇതുപോലെ ഏറെ അപകടങ്ങൾ വന്നിട്ടുണ്ട്, ആപത്തുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നെല്ലാം ദൈവമായ കർത്താവ് രക്ഷിച്ചു. നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടൂല ആ മരണത്തിൽ നിന്ന്. അതുപോലെ അപകടമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ദൈവമായ കർത്താവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിനെല്ലാം ഒരു പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വേല ചെയ്യാനുള്ള പദ്ധതി ആയിരുന്നു. പിന്നീടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനായിട്ട് ഇടയായത്. കൃപയാൽ ഞങ്ങളിപ്പോ എറണാകുളത്ത് ദേശത്ത് ആയിരിക്കുന്നത്. എറണാകുളത്ത് ദേശത്ത് ഞങ്ങള് മുളന്തുരുത്തി എന്ന് പറഞ്ഞാൽ മുളന്തുരുത്തിന്റെ തൊട്ടപ്പുറത്ത് ആറക്കുന്ന് എന്ന് പറഞ്ഞതായ ഒരു സ്ഥലമാണ് അത്. അതായത് മുളന്തുരുത്തിക്കും പ്രവത്തിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് അത് തൊട്ടപ്പുറത്ത് വെല്ലൂര് പെരുവ എന്ന് പറഞ്ഞതായ ദേശത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവിടെ കൂടിവരവുണ്ട്. ഹിന്ദിക്കാരുടെ ഇടയിലും മലയാളികളുടെ ഇടയിലും തമിഴ്ക്കാരുടെ ഇടയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അങ്ങോളം ഇങ്ങോളമായിട്ടുള്ളതായിരിക്കുന്നതായ തൃശ്ശൂർ മുതൽ ഏറ്റുമാനൂർ വരെ കോട്ടയം വരെ ഉള്ളതായിരിക്കുന്നതായ സ്ഥലത്തുള്ളതായിരിക്കുന്ന തമിഴ്ക്കാര്, ഹിന്ദിക്കാര്, അങ്ങനെ പലരെയും കണ്ട്, മലയാളികളെ കണ്ട് അവരുടെ ഇടയിലൊക്കെ സുവിശേഷം പറഞ്ഞ് പ്രവർത്തനങ്ങൾ തുടങ്ങി. പല സ്ഥലത്തും പ്രവർത്തനം ചെയ്തുകൊണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രവർത്തനം അത് ഞാൻ ചെയ്യാറില്ല. ആ പ്രവർത്തനം തുടങ്ങി സഭ കൂട്ടായ്മ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് പ്രവർത്തിക്കുന്നത്. പുതിയ പ്രവർത്തനങ്ങൾ എടുത്താണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. കൃപയാ ഞങ്ങൾ കുടുംബമായിട്ട് എന്റെ കൂടെ മകനുണ്ട്. അവനെ ഒരു ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവനെ മെക്കാനിക്കാണ് പഠിച്ചത്. പക്ഷെ അതൊന്നും ശരിയായില്ല. കാരണം ഞാൻ കുഞ്ഞിനാളായിരിക്കുന്ന സമയത്തിന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞപ്പോ ഇന്നത്തെ കൗമാര പ്രായക്കാരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിട്ടു. കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് അങ്ങ് തന്നത്. അതുകൊണ്ട് അന്നാൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം തന്ന ദൈവ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു. ദൈവം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഏൽപ്പിച്ചു വിട്ടു. അപ്പൊ അവനെ കല്യാണം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് അവനക്ക് ഒരു കൊച്ചായി. കൊച്ചിനെ ഇപ്പൊ 3 വയസ്സ് പ്രായമായി. എന്നിട്ടും ഇപ്പോഴാണ് കഴിഞ്ഞ മാസമാണ് അവനെ സമർപ്പിച്ചത്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ പോവുകയാണ്. ലോക പണികളെ വിടുകയാണ്. ഞാൻ മനസ്സിലാക്കി. എന്റെ പപ്പ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സാക്ഷി വേറൊരു സ്ഥലത്ത് പറയുമ്പോൾ ഞാൻ കേട്ടതാണ്. ആ വേറൊരു ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ വേല എന്ന് പറയുന്നത് കർത്താവിന്റെ വേല, സുവിശേഷ വേലയാന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ പൂർണ്ണമായിട്ട് എല്ലാം വിട്ട് കർത്താവിന്റെ വേല ഞാൻ ചെയ്യാനായിട്ട് ബൈബിൾ കോളേജ് പഠിച്ച് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കത്തോടെ ആയിരിക്കും എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ അവൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഭാര്യയെയും അവന്റെ ഒപ്പം തന്നെ സമർപ്പിച്ച് തീരുമാനം എടുത്ത് അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് അവർ തീരുമാനമൊക്കെ എടുത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ വിഷയങ്ങളൊക്കെ വന്നു. എന്നാലും അതെല്ലാം സഹിച്ച് അവർ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഒരുക്കത്തോടെ ആയിരിക്കുന്നു. ഇപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ അറ്റാക്കിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ മാസത്തിലെ 5000 രൂപ 6000 രൂപയുടെ മറന്നു കഴിക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. പക്ഷേ ദൈവകൃപയാലെ അത് ചുരുക്കി പറഞ്ഞ എന്താ പറയാ, ഒരു 38 തവണ അറ്റാക്ക് വന്നതാണെങ്കിൽ പറയാം. 38 തവണ അറ്റാക്ക് വന്നെന്ന് പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതെല്ലാം ഒരിക്കലും അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബോധം കെട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഒരു ബോധം ഉണ്ടാകത്തില്ല. കൈയും കളൊക്കെ തണുത്തു പോകും. ആ അവസ്ഥയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ പലരും ആമേൻ സ്തോത്രം ഇതുവരെ നടത്തി കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിച്ചു, മാനിച്ചു, നടത്തിക്കൊണ്ടിരിക്കുന്നു. കൃപയാൽ കർത്താവിനെ സാക്ഷീകരിച്ച് ഞങ്ങളെ കുടുംബമായി ഈ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ സ്തോത്രം. ഇതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സ്തോത്രം. ഇങ്ങനെ അരോമ ടിവിയുടെ ബന്ധത്തിൽ സ്തോത്രം ഡാനിയൽ പാസ്റ്ററുമായിട്ട് ആളിലെ ബന്ധപ്പെട്ട് ഇങ്ങനെ സാക്ഷീകരിക്കാനായിട്ട് ഒരു വേദി എനിക്ക് ലഭിച്ചത് ഓർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡാനിയൽ പാസ്റ്ററിനായി ആളിലിയ നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് സമൃദ്ധിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. അവൻ സ്വന്തം എല്ലാം ക്രമപ്പെടുത്തി വെച്ചിരുന്നതാണ്. ഇപ്പോഴും ഇത് ചാർജ് തീരാറായി. അവൻ ഇപ്പൊ ഓപ്പാവും തോന്നുന്നു. ആ കണ്ടീഷനിൽ ആയിരിക്കുന്നത്. ഇത്രത്തോളം സാക്ഷീകരിക്കാനായിട്ട് എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടണം. അവൻ സ്വതന്ത്രത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരാണെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുത പ്രവൃത്തി കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്തും കർത്താവ് ജീവിക്കുന്നു, ഇന്ന് ജീവിക്കുന്നു. ആരെയും കർത്താവ് കൈവിടത്തില്ല. സങ്കീർത്തനം പറയുന്ന പോലെ തന്നെ കർത്താവ് നല്ലവനാണ്, രുചിച്ചു നോക്കുന്ന ഏവനും കർത്താവ് ഒരിക്കലും രക്ഷിപ്പിച്ചിട്ടില്ല.
അവന്റെ മുഖത്തേക്ക് നോക്കിയ ഏവരും പ്രകാശിതരായി തീർന്നു, അവന്റെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് പറയുന്ന വചനപ്രകാരം തന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ സമയം തന്നതായ അഭിഷക്ത ദാസനെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കും ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പനീർ സെൽവം അവർ വളരെ അനുഗ്രഹീതമായ സംഭവബഹുലമായ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി അറിയിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുവാനിടയായി തീർന്ന ആ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഭയം തോന്നുന്നു. എത്രയോ ആ ചെറുപ്പത്തിൽ തന്നെ ഇറങ്ങിത്തിരിച്ച ആ ഒരു അനുഭവം എത്ര ഭയങ്കരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതുപോലെ ആ പിതാവിന്റെ ക്രൂരമായ ആ പീഡനത്തിന്റെ നടുവിലും ആ പിതാവിനെ സ്നേഹിപ്പാനുള്ളതായ ആ ഒരു നല്ല മനസ്സിന്റെ ഉടമയൊക്കെ ആയിരുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തായാലും അതെല്ലാം കഴിഞ്ഞ കാലം, അതെല്ലാം കഴിഞ്ഞുപോയ അധ്യായം വായിച്ചു തീർന്ന അധ്യായങ്ങളായി തീരട്ടെ. ആമേൻ. എന്നാൽ മുന്നോട്ടുള്ളതായ ജീവിതത്തിന്റെ നാളുകൾ വളരെ ശോഭനപൂർണമായ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിനങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന്റെ വേലയിൽ വളരെയേറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ അരോമ ടിവിയിലെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹവുമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പനീർ സെൽവം അവറുകൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധമുള്ള പിതാവേ, നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവെ, സന്ധ്യായാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേട്ടുകൊണ്ടിരുന്നതായ കർത്താവെ, എന്റെ മക്കൾ ഏവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടുന്നവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരു പുത്തൻ കർത്താവ് വെളിച്ചം ഉണ്ടാകേണ്ടതിനായി അന്ധകാരത്തിൽ കിടന്ന ജനങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് കൂട്ടിവരുത്തിയ ദൈവസ്നേഹം കർത്താവെ കണ്ട് മനസ്സിലാക്കേണ്ടതിനായി കർത്താവെ അവരുടെ ജീവിതത്തിലുള്ളതായ ഇരുളിന്റെ അന്ധകാരങ്ങൾ മാറേണ്ടതിനായി ഒരു പുത്തൻ കൃപ കർത്താവ് ഒരു ശോഭ ഉണ്ടാകേണ്ടതിനായി പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് ആശീർവാദമായി അനുഗ്രഹമായി തീരണമേ. കുടുംബത്തിനകത്ത് കർത്താവെ, കുഞ്ഞുങ്ങൾക്ക്, കൗമാര പ്രായക്കാർക്ക്, വിവാഹിതർക്ക്, മക്കളില്ലാതെ പാറപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കഷ്ടത്തിന്റെ പടുകളിൽ വീണുകിടക്കുന്നവർക്ക്, പാപത്തിന്റെ പടുകളിൽ വീണുകിടക്കുന്നവർ ഏവരെയും കർത്താവ് രക്ഷിപ്പാൻ കഴിവുള്ളതായ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കേണ്ടതിനായി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവെ ഓരോരുത്തരുടെയും കർത്താവെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതിനായി പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രകാരം സാക്ഷ്യങ്ങൾ കർത്താവെ ലോകമെമ്പാടും കർത്താവെ കൊണ്ടുചെല്ലുവാൻ ഞങ്ങളുടെ അഭിഷക്തദാസനെ ഡാനിയേൽ ഭാഷണ കർത്താവ് ദൈവമായ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യാറമ ടിവിയെ കർത്താവെ ഹല്ലേലൂയ അത് നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അനേകർ കർത്താവെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ മുൻവരുവാൻ കർത്താവെ ജീവിതത്തിലെ ലോകത്തിലുള്ള അനേകർക്ക് കർത്താവെ ആശീർവാദമായി വെളിച്ചമായി ഉപകരണമായി തീരേണ്ടതിനായി പരിശുദ്ധമായി സഹായിക്കണം. ഇത്രത്തോളം മാനിച്ച് അനുഗ്രഹിച്ച നല്ല കൃപകളോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കേട്ടിരുന്ന കർത്താവിന്റെ മക്കളെ കർത്താവെ പ്രദേശ കർത്താവ് ദാസനെ കുടുംബത്തെ ശുശ്രൂഷെ കർത്താവെ ആരമ ടിവിയിലുള്ള കർത്താവെ എല്ലാ ആളുകളും ഉത്തരവാദപ്പെട്ടവരെ കർത്താവ് എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി സ്വർഗ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിനെ പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവ് പാസ്റ്റർ പനീർ സെൽവം അവറുകൾ ഇത്രത്തോളം സമയം സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി പെടുവാനിടയായി തീരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com